സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യാ വിഹിന്ദ്രാദി മൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മം 6 ചേർന്ന് 51 ഒത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവം മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചീടണം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ഈശ്വര കൃപയും ശാന്തി സമാധാനവും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ബിജു മക്കളെ, രാമായണം ഇഷ്ടമായെന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷം. എനിക്കും ഇഷ്ടപ്പെട്ടാണ് അത് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളെ ഉള്ള ഇരുട്ടാണ്. രാത്രി മായണം. എന്ത് മായണം? ഇരുട്ട് മായണം, ഇരുട്ട് പോകണം. അതാണ് രാമായണം. അപ്പം നമ്മൾ രാമായണത്തെ അത് അത്രത്തോളം ഉണ്ട്. നമുക്കത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മനസ്സിലായാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാവും, നമുക്ക് പ്രകാശം ഉണ്ടാകും. എല്ലാ ഉപദേശങ്ങളും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അതിനകത്ത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ആനന്ദം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ ഹൃദയം വെടുപ്പാവുന്നത്? അഴുക്ക് മാറണം, മാലിന്യമൊക്കെ മാറുമ്പോഴാണ് അതിന് മാറുക എന്ന് പറയുന്നത്. നന്നായി അത് ഉള്ളിൽ മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയശുദ്ധിയും നമുക്ക് പ്രകാശം ഉണ്ടാകും. എനിക്കിഷ്ടപ്പെട്ടു മക്കളുടെ ആ ഒരു ഇത് പറയാൻ. അതുകൊണ്ട് ഇഷ്ടമായല്ലോ, സന്തോഷം. അപ്പോൾ നമുക്കെല്ലാം എല്ലാം നമുക്ക് കൂടെ കേൾക്കാനാണ് പറയുന്നത്. എല്ലാവർക്കും പ്രകാശം ഉണ്ടാകണം. രാമായണമായാലും ഭാഗവതമായാലും നന്നായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മളായി ഇത് മറ്റാർക്കോ ചെയ്ത കാര്യങ്ങൾ ഇപ്പം നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് അന്ന് കൊടുത്ത ഉപദേശമാണ് അതിപ്പം നമുക്ക് എന്തിനാ വായിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ നന്നാവാനാ, അവരെ പോലെ നമ്മളാകാനാ. അപ്പം നമുക്ക് പ്രകാശം ഉണ്ടാവും. ഗീതാ നായർ. സന്തോഷമായിരിക്കുക മക്കളെ. പ്രസന്ന അതും അതുപോലെ സമാധാനമായിട്ടിരിക്കുക. ജഗദമ്മ. പിതാവായ ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ. കാരണം എല്ലാവരും ഞാൻ ഒന്നുപോലെ സ്നേഹിക്കുമെന്ന് പറഞ്ഞത് എനിക്ക് സത്യം മക്കളെ. എന്താ കാരണം? ജഗദമ്മി അങ്ങനല്ലേ? എന്താ പറയുക, സർവ്വ ജീവജാലങ്ങളും ഭഗവാന്റെ സന്തതികളല്ലേ. അപ്പോൾ ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ഏറ്റക്കുറച്ചിൽ ആരുടെങ്കിലും വരുമോ? എല്ലാം തുല്യമല്ലേ. ഒരു അമ്മ പ്രസവിച്ച മക്കൾ 10 ഉണ്ടെങ്കിൽ 10 നമ്മൾ ഒന്നുപോലല്ലേ കാണുന്നത്. അത് തന്നെയാണ് നമ്മളെല്ലാവരും. സർവ്വ ജീവജാലങ്ങളും ഭഗവാന്റെ തന്നെയാവും. നമ്മളെല്ലാവരോടും ഒന്നുപോലെ തന്നെ ഒരു പക്ഷഭേദം കാണിച്ചോളൂ. എല്ലാവരെയും ഒന്നുപോലെ തന്നെ സ്നേഹിക്കണം. അതാണ് ഈശ്വരന് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് സന്തോഷം. ശ്രീല. സന്തോഷം മക്കളെ. രുക്മിണി മോഹൻ. പണ്ടേ ഉള്ള മകളാണ്. സന്തോഷം ഉണ്ടാകട്ടെ മക്കളെ. നിർമ്മല ഭഗവതനും അത് തന്നെ. ഇത് 2-3 വർഷം കൊണ്ടുള്ള പിള്ളേരാണ്, എൻ്റെ കുട്ടികളാണ് മക്കളെ. ശാന്തി സമാധാനം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അത് തന്നെ നിർമ്മല ഭഗവതനും പറഞ്ഞ് എനിക്ക് സന്തോഷം. ജയാനിൽ. സുഖമാണോ മക്കളെ? സന്തോഷമായിരിക്കുക. ഉണ്ണികൃഷ്ണൻ നായർ. അത് ആ യഥാർത്ഥ പേരെനിക്ക് അറിയാൻ വയ്യ. ഒരു മകളാണത്. ആ ഉണ്ണികൃഷ്ണൻ്റെ യഥാർത്ഥ പേര് മറന്നുപോയി മക്കളെ. അതുകൊണ്ട് മോളത് എടുത്ത് പറഞ്ഞെന്ന് ഞാൻ മറന്ന് പേരങ്ങ് ഇപ്പോൾ കുറച്ചുകൂടെ ഇടുന്നില്ലല്ലേ. എന്താ എന്നും കമൻസ് ഇടാത്തന്നെ ഓർത്തിരിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് അതും സന്തോഷം. നിർമ്മല രമേഷ്. നമസ്കാരം മക്കളെ. സുലോചനാഖിൽ. എനിക്കറിയാം മക്കളെ, ഡ്യൂട്ടിയിലുള്ള സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല. 2 ദിവസം എന്താ പറയുക ഗ്യാപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളല്ലേ. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ നമുക്ക് ഈ ലോക ജീവിതവും വേണം, ആധ്യാത്മികവും വേണം. പക്ഷേ ചിലരങ്ങനല്ല. ഈ ലോക ജീവിതം മാത്രം നോക്കും, ഭഗവാനെ അറിയത്തില്ല. പക്ഷേ എന്താ ഇവിടെ വേണ്ടേ? നമുക്ക് ഈ ലോകത്തിലെ ജീവിതവും വേണം, പരമാത്മനെ അറിയുകയും വേണം. രണ്ടും നല്ലതാണ്. ഇത് രണ്ടിനും സൗകര്യം പോലെ സമയം അനുസരിച്ച് എടുക്കുക. സന്തോഷം. അതുകൊണ്ട് സുലോചന അഖിലിന് ഡ്യൂട്ടിയുള്ള സമയത്ത് ഇത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്താ പറയുക മനസ്സിലായല്ലോ. സമാധാനം എല്ലാവർക്കും ഉണ്ടാകട്ടെ.
എല്ലാവർക്കും ഈശ്വരകൃപയും ഉണ്ടാകണ്ടേ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ആനന്ദവും അറിയണം. എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. നമുക്ക് അല്പം നാമം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാമം മൂന്നാമത്തെ പാദം ചൊല്ലി അർത്ഥം പറഞ്ഞ് ബാക്കി ഇനി ഉണ്ട്. നമുക്ക് 2-3 ഖണ്ഡിക ഇന്നും മനസ്സിലാക്കി ചൊല്ലാം. അതല്ലേ നല്ലത്. ഒത്തിരി ചൊല്ലിട്ട് എന്താ കാര്യം? ഉള്ളതിനെ മനസ്സിലാക്കാൻ എന്തൊക്കെ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നെങ്കിൽ അത് എല്ലാവർക്കും അത് കേട്ടണമെന്നില്ലല്ലോ. പുതിയ മക്കൾ ഇതിനകത്തുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവണ്ടേ. അതുകൊണ്ട് അത് ഏതും താൻ അറിയാതെ പഴുതേവോ അവിടം വരെ എങ്ങാണ്ടാ ചൊല്ലിയത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഏതും താൻ അറിയാതെ പഴുതേ പോം പാതി ആയുസ്സും നിദ്രയാ ജന്തൂനാം പാതി മറ്റേതും ഓരോ ദുരാഗ്രഹാൽ പാപികൾക്കഹോ കൃഷ്ണ ഹരേ ജയ. അതായത് ജന്തുക്കളുടെ കണക്ക് നമുക്ക് അറിവില്ലെങ്കിൽ നമ്മളും ജന്തുക്കളെ പോലെയാണ്. അപ്പോൾ 50 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിൽ 25 വർഷം എന്ത് ചെയ്യും? അറിവിൽ ഒന്നും അറിയാതെ ഉറക്കം പകുതി നമുക്ക് രാത്രി അല്ലയോ പകുതി സമയം നമ്മൾ എല്ലാ പകുതി ആയുസ്സും ഉറക്കത്തിൽ പോകും. നിദ്ര കൊണ്ടുപോകും. പകല് പോലും നമ്മളെ നിദ്ര, അതായത് ഉണർവില്ലെങ്കിൽ അപ്പോഴും നിദ്ര തന്നെയാണ്. പിന്നെ ഈ ബാക്കി പകലുള്ള സമയം എന്താ? പകുതി ആയുസ് ഓരോരോ ആഗ്രഹത്തിന് പുറകെ പോകും. ഇന്ന് കിട്ടിയത് പോരാതെ അങ്ങ് പകലും രാത്രിയിലും ജോലി ചെയ്യാൻ പോകുന്നവരും ഉണ്ട്. അപ്പം പകുതിയും അങ്ങനെ ഉറക്കത്തിൽ നിദ്രയായിട്ടും പോകും, ബാക്കി ദുരാഗ്രഹമായിട്ടും പോകും. അപ്പോൾ നമുക്ക് എന്ത് നഷ്ടം വരുന്നു? ഈശ്വരനെ അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ പകുതി ആയുസ് ഉറക്കത്തിൽ നഷ്ടപ്പെടുന്നു. പാപികളായവർ ബാക്കി പകുതി എന്ത് ചെയ്യും? പാപികളായവരാണ്, അല്ലാത്തവരല്ല. പാപികൾക്കാണ് പറഞ്ഞേക്കുന്നത്. പാപികൾക്കാണ് പകുതിയും നിദ്രയായിട്ടും പോകും, ദുരാഗ്രഹത്തിലും പോകും പകുതി. അപ്പോൾ 50 വർഷം അങ്ങനെ അങ്ങ് പോകും. അത് നല്ല ഭക്തന്മാരാണെങ്കിലോ ഇതിനകത്ത് രാത്രിയിലും പകലെല്ലാം ഉണർവോട് തന്നെ ഇരിക്കും. നല്ല ഉണർവ്, എന്താ എപ്പോഴും ഈശ്വരാരാധനയിൽ ഇരിക്കും നല്ല ഭക്തന്മാർ. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യമല്ല, പാപികളുടെ കാര്യമാണ് പറയുന്നത്. പകുതി പാപികളായവർക്ക് ഇങ്ങനെ ബാക്കി പകുതി ഓരോരോ ദുരാഗ്രഹത്താൽ പാഴാക്കുന്നു. ജോലിയൊന്നും ഇല്ലാലും വെറുതെ എന്ത് ചെയ്യും? വല്ല കെട്ടുകഥയും പറഞ്ഞ് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ കയറിറങ്ങി നുണയും കൊതിയൊക്കെ പറഞ്ഞിങ്ങനെ സമയം പോക്കും. ഈശ്വരൻ എന്നാലും സമയം 5 മിനിറ്റ് പോലും സമയം ഉണ്ടെങ്കിലും ചെയ്യത്തില്ല. ഈശ്വരനെ അറിയത്തില്ല. എന്തോ ഈശ്വരനെ അറിയുക എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വെറുതെയെങ്കിലും കുറേ നാമങ്ങൾ ഇങ്ങനെ ഭാഗവത പാരായണമെങ്കിൽ വെറുതെങ്കിലും എടുത്ത് വെച്ച് വായിച്ച് വരുമ്പം കുറേ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഈശ്വരനും വിചാരിക്കും കഷ്ടം, കുറച്ച് നാളുകൊണ്ടേ തുടങ്ങിയതല്ലേ, അർത്ഥമൊക്കെ അറിയാതെ വായിക്കുക. അപ്പോൾ ഈശ്വരൻ വിചാരിക്കും ഒരു അല്പം കൃപ ഭഗവാൻ തരും. ഒരാളിനെ കൊടുക്കും. ആ കുട്ടി എത്ര നാളുകൊണ്ടേ ഭാഗവതം വായിക്കുന്നു, ഒന്നും അറിഞ്ഞല്ലല്ലോ വായിക്കുന്നത്, അതിനെ ഒന്നും അറിയാൻ ആരും കൊടുക്കുന്നില്ലല്ലോ, പറഞ്ഞു കൊടുത്തല്ലേ അറിയത്തുള്ളൂ. ഭഗവാൻ ഒരു വിഷമം ഉണ്ടാവും. അങ്ങനെ വരുമ്പം നമുക്ക് തന്നെ കിട്ടും. ഭാഗവതം അർത്ഥം അറിഞ്ഞ് ഒരു തള്ള ഇങ്ങനെ പറയുന്നു യൂട്യൂബ് തുറന്ന്. അപ്പം അതെന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ പല മക്കളും ഇത് എന്നോട് പറഞ്ഞതാ. ഗുരുവായൂരമ്പലത്തിൽ പോയി ഇങ്ങനെ വിഷമിച്ചമ്മേ, അന്നേരം വീട്ടിൽ വന്ന് ഇത് ഫോൺ എടുത്തപ്പോൾ അമ്മയുടെ ഇത് കണ്ടുപോകുന്നു നോക്കാമെന്ന് കരുതി. ഇങ്ങനെ 3-4 മക്കൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട് അന്നൊക്കെ. ഇപ്പം അവരൊക്കെ അറിയാം ആരാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് വിഷമിക്കുന്നവർക്ക് ഭഗവാൻ കൊടുക്കും. അതുകൊണ്ടാണ് അറിവില്ലെങ്കിൽ പോലും അവരെ ഇത് കാണിച്ചത്. കാരണം അല്പം ആവട്ടെ എന്ന് കരുതി കാണും. എല്ലാം തികഞ്ഞവരാരാ ഉള്ളത്? ഭഗവാൻ വിചാരിക്കും ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മതി, ഇത് പോകെ ഒത്തിരി നിങ്ങൾക്ക് വേറെ ആളിനെ കൊണ്ട് ഞാൻ തരിയിക്കാം, ഇതിനേക്കാൾ കൂടുതൽ ഞാൻ തരിയിക്കാം എന്ന് ഭഗവാൻ കണ്ടുകൊണ്ടാണ് ഇപ്പം എൻ്റെ അല്പം മതി. അതാണ് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാട് മനസ്സിലാക്കും. ഒന്നും അറിയാതെ ആ കുട്ടി വായിച്ചുകൊണ്ട് വന്നാലും ഭക്തി ഉണ്ടല്ലോ, വായിച്ചുകൊണ്ടിരിക്കുന്നു, മുടക്കുന്നില്ലല്ലോ. അപ്പോൾ ഭഗവാൻ ആ കൃപ വരുന്നത്. അപ്പോൾ എന്താ, ഒന്നും അറിഞ്ഞൂടെങ്കിലും അറിയാതെ വായിച്ചാലും ദൈവികത്തിൽ ഭഗവാൻ നന്മ കൊടുക്കും കുട്ടിക്ക്. അത് അത്രത്തോളം ഭക്തി ഉള്ളതുകൊണ്ട് അറിഞ്ഞൂടെങ്കിലും വായിക്കണമെന്നുള്ള ചിന്ത നമ്മളതാ പഠിക്കേണ്ടത്. നമുക്ക് അറിയത്തില്ല, ശരിയാ, നമ്മൾ അതുകൊണ്ട് വെറുതെ ഇരിക്കണോ? വെറുതെ വായിക്കുക. വായിച്ച് വരും ഭഗവാനും തോന്നും, ഭഗവാനൊക്കെ ഇനി ഇത് നടക്കത്തില്ലേ, കുട്ടി കഷ്ടപ്പെടുക, കൊടുത്തേ പറ്റൂ. അപ്പോൾ ഭഗവാൻ ചിന്തിക്കും നല്ല ഒരു അറിയാവുന്ന ഒരാളിൻ്റെ ഇത് കേൾക്കാനൊക്കെ അവർക്ക് സാധിക്കും. ഇപ്പം നമ്മൾ അങ്ങനെ പല കുട്ടികളിങ്ങനെ പറയുന്നില്ലേ, അത് തന്നെ നമുക്ക് തന്നെ ഉണ്ടല്ലോ, നമ്മൾ തന്നെ ഉണ്ടല്ലോ ഉദാഹരണങ്ങൾ.
ഐവരെയുമടക്കി മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിഞ്ഞാനന്ദം കൈവരും നൂനം കൃഷ്ണ ഹരേ ജയ. ഐവരശ 5 പഞ്ചേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ 5. ഇതിനെയൊക്കെ അടക്കിയിട്ട് വേണം നമ്മൾ മനക്കാമ്പിൽ ഭഗവാനെ തന്നെ ചിന്തിക്കണം. നമുക്ക് ഇപ്പം തന്നെ ഈ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ എന്താ വേണ്ടേ? ആ ഇന്ദ്രിയങ്ങളെ ഒന്നിലേക്കും വിടരുത്. നമുക്ക് ഇതെല്ലാം ഈ ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ട് വേണം ഇത് കേൾക്കാനിരിക്കാൻ. അപ്പോൾ നമ്മുടെ മനസ്സ് ഇതിൽ തന്നെ ഈ കേൾക്ക് തന്നെ ഇരിക്കും. അല്ലാതെ അയ്യോ അരി അടുപ്പ് ഇട്ടിട്ടുണ്ട്, അല്പം കേൾക്കാം, പിന്നെ അതിന് പോകാം, പിന്നെ അങ്ങനെ പോകുമ്പം നമുക്ക് ശ്രദ്ധ പലവും ഇത് ഇഴിഞ്ഞിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് സർവ്വ ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അരമണിക്കൂറോ ഇങ്ങനെ ഇരുന്ന് ഭഗവാനെ തന്നെ ചിന്തിച്ച് ലയിച്ച് ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഭക്തി വരുന്നത്. അല്ലാതെ പല ചിന്തകളായിട്ട് പോയാൽ അത് കിട്ടത്തില്ല. നമ്മൾ വെറുതെ പഠിക്കുകയല്ല, നമ്മളിലേക്ക് അത് വരുത്തണം. നമുക്കത് ആനന്ദ നിർവൃതി അടയണമെങ്കിൽ നമ്മളത് അങ്ങനെ ആയിത്തീരണം. അതിനാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയിട്ട് ദിവ്യരൂപത്തെ ഭഗവാന്റെ ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ, കൃഷ്ണൻ്റെ രൂപമോ അല്ലെങ്കിൽ വിശ്വരൂപമോ 4 കൈകളുടെ രൂപമോ ഏത് രൂപമായാലും, അല്ലെങ്കിൽ വേറെ വല്ല എന്താ പറയുക പല രൂപങ്ങൾ നമുക്കുണ്ടല്ലോ, ഗണപതി ഭഗവാനോ അമ്മ മഹാമായ സരസ്വതി ദേവിയോ ഏതും ആകാം, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഭക്തിക്ക് എല്ലാം ഒന്നുപോലെ തന്നെയാണ്. അതുകൊണ്ട് അത് നമുക്ക് ശരിയാം ആ രൂപത്തെ നമ്മളെ മനസ്സിൽ കാണണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാകും. നമ്മളെപ്പോഴും ആ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ചൊല്ലേണ്ടത്. മറ്റ് വഴിയിലേക്ക് മനസ്സിനെ വിടരുത്, ഇന്ദ്രിയങ്ങളെ വിടരുത്. എല്ലാം ജോലി ഒതുക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ വിളത്തി വരച്ച വര പോലെ ആയിപ്പോകും. ഒന്നിതാത്മാവ് കാണപ്പെടുന്നത് എന്നു കാണുമ്പോൾ കാണാം ഭഗവാനെ, എന്നും ഗോവിന്ദാനുഗ്രഹം കൂടാതെ വന്നിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. വരത്തില്ല. എന്താ വരാത്തത്? എന്നും ഗോവിന്ദാനുഗ്രഹം നമുക്ക് കിട്ടാതെ വരത്തില്ല. എന്നും നമ്മൾ കൃത്യനിഷ്ഠ പോലെ നമ്മുടെ സന്ധ്യാസമയങ്ങളിലോ നമുക്ക് എപ്പോഴാണ് സമയം അത് നമ്മൾ മുടങ്ങാതെ ചെയ്യണം. അങ്ങനെ ആത്മാവ് കാണപ്പെടുന്നത് എന്ന് കാണുമ്പോൾ ആത്മാവും ഈ പ്രപഞ്ചം കാണുന്ന ദൃശ്യങ്ങൾ ഇവിടെ കാണുന്നേ? സർവ്വ ജീവജാലങ്ങളെയും വൃക്ഷങ്ങളെയും പക്ഷികളെയും അതായത് മൃഗങ്ങളെയും മനുഷ്യരെയും എല്ലാം നമ്മൾ കാണുന്നു. ഇതെല്ലാം കാണപ്പെടുന്ന ദൃശ്യങ്ങളാണ്, നമ്മൾ കാണുന്നതാണ്. എന്നാൽ പരമാത്മാവ് നമുക്ക് അരൂപിയാണ്, കാണത്തില്ല. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കണം? ആ പരമാത്മാവായ ചൈതന്യം കാണാത്ത ഈ അരൂപിയായിരിക്കുന്ന ഭഗവാൻ പരമാത്മാവും ഈ കാണുന്ന ദൃശ്യമായിരിക്കുന്ന ആ മഹാമായ പ്രപഞ്ചവും ഏകമാണെന്ന് നമ്മൾ മനസ്സിൽ ആർക്കാണ് അറിവുള്ളത്? ഒന്നായി കാണുക. അല്ലാതെ പ്രപഞ്ചം വേറെയാണെന്നും ആത്മാ വേറെയാണെന്നല്ല. ഇത് രണ്ടും ഒന്നാണ്, ഏകമാണ്. ശിവശക്തിയാണ്, പ്രകൃതി പുരുഷയാണ്. പ്രകൃതി അമ്മ മഹാമായ പരാശക്തി. ആ പരാശക്തി മഹാമായ രണ്ടായിട്ട് നിൽക്കുന്നു. പ്രപഞ്ചം അവിദ്യ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ആ മഹാമായ എന്ന് പറഞ്ഞാൽ അതിലെ കാഠിന്യമേറിയ പരാശക്തി ഉണ്ട്. അത് ജീവശക്തിയാണ്, നമ്മളിൽ തന്നെ കുടികൊള്ളുന്നു. സർവ്വ ജീവജാലങ്ങളെ ഉള്ളിനകത്ത് കുടികൊള്ളുന്നു. അത് വിദ്യാരൂപിണിയായിട്ട്. എന്നാൽ അവിദ്യാരൂപിണിയായിട്ട് നമുക്ക് പ്രപഞ്ചത്തിൽ കുടിരുന്ന, കാരണം അതിൽ നിന്ന് നമ്മൾ വിദ്യ നേടി വേണം, അതിൽ നിന്ന് ഇതെല്ലാം ത്യജിച്ചിട്ട് വേണം നമുക്ക് മോക്ഷത്തിലേക്ക് കടക്കാൻ. അതുവരെ നമ്മൾ ത്യജിക്കാഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിൽ കിടന്ന് ഇങ്ങനെ ഉഴലും, അതിൽ നിന്ന് കരകയറാൻ വയ്യാതായിപ്പോൾ. അറിവ് നേടിയിട്ട് അതിൽ നിന്ന് മാറ്റം പിടിക്കണം. നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഈശ്വരനും ആ പരാശക്തിയോട് ചേർന്ന് ലയിച്ച് വരുന്നൊരു ആനന്ദ നിർവൃതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ വിദ്യ നേടി അങ്ങനെ ആക്കണം. അല്ലെ ഒന്നും വിദ്യ നേടാഞ്ഞാലും ഭക്തി അങ്ങേറ്റം ഉണ്ടെങ്കിലും അങ്ങനെ ആകാം. ഒന്നും അറിയാത്ത എത്രയോ ഭക്തന്മാർ അങ്ങനെ ആയിത്തീരുന്നു. അതുകൊണ്ട് ആത്മാവും ദൃശ്യപ്രപഞ്ചവും ഒന്ന് തന്നെയാണെന്ന് അറിയുമ്പോൾ ഭഗവാനെ കാണാം. എങ്ങനെ കാണാം? അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നത് ഒരു ഇല അല്ലെങ്കിൽ ഒരു പുഷ്പം. ആ പുഷ്പം നമ്മൾ കാണുന്നത് എന്തായിട്ട് കാണും? ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുക, അത് പരമാത്മാവാണ്, അത് ഈശ്വരനാണ്. അപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ ആരെ കണ്ടു? പുഷ്പത്തിനെ കണ്ടു. ഒരു ഇല, അത് ആരായിട്ട് കണ്ടു? അതിലും ഈശ്വരനുണ്ട്, ചൈതന്യമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടു? ഇല ദൈവമായി കണ്ടു. പാറയിലോട്ട് നോക്കൂ, പാറയിലും ഉണ്ട് ചൈതന്യം, ഈശ്വരൻ പാറയിലും ഉണ്ട്. അതിലോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടു? ഭഗവാനെ കണ്ടു. ഒരു മനുഷ്യനെ കണ്ട അതിലും പരമാത്മാവുണ്ട്, ആ ഈശ്വരൻ അതിലും കണ്ടു. പിന്നെ ഏതില? ജലം, നദി, കാറ്റ്, സൂര്യപ്രകാശം, എല്ലാം ഈ പ്രപഞ്ചത്തിൽ സൂര്യനായാലും ചന്ദ്രനായാലും എല്ലാം നമ്മൾ എന്ത് കണ്ടു? ഭഗവാനെ കണ്ടു. അപ്പം നമ്മൾ ഭഗവാനെ കണ്ടില്ലയോ? സർവത്തിൽ നമ്മൾ ദർശിച്ചില്ലയോ? അവിടെ ഭാവഭേദമുണ്ടോ?
ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത് അത് എല്ലാം ഭഗവാനെ കണ്ടു. അപ്പം എന്താ, ദൃശ്യമായിട്ട് കാണുന്നതും പരമാത്മാവ് അരൂപിയാകുന്ന ആത്മാവും ഏകമായി കണ്ട് അപ്പം നമുക്ക് കാണാം. ഇതാണ് നമ്മൾ അങ്ങനെ ഉള്ളിൽ ഉൾക്കാഴ്ച വേണം. എങ്ങനെ ഇതെല്ലാം പരമാത്മാവാണെന്ന് നമ്മൾ അറിയണം. വെറുതെ കണ്ടാൽ പോരാ. ഇല കാണുമ്പോൾ ഇത് ദൈവമാണെന്നല്ലയോ അമ്മ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ഇല കണ്ടു ദൈവം, അത് അങ്ങനെ പോരാ. നമ്മൾ അതിൽ കൂടെ അത് ആ ചൈതന്യത്തെ അതിൽ നിന്നൊരു പ്രത്യേക അനുഭൂതിയുണ്ട്. ആ ചൈതന്യം ഏറ്റു വാങ്ങുകയാണ്, അതിൽ നിന്ന് നമ്മളൊരു ഒന്നാവുകയാണ്. ഇലയും ആ പരമാത്മാവാകുന്ന ഇലയും ഞാനും കൂടെ ചേർന്ന് ലയിക്കുകയാണ്. അതാണ് ഒന്ന്, അല്ലെങ്കിൽ രണ്ടാ. ആ ഇലയും ഞാനും ഒന്നായി തീരുമ്പോഴാണ് അവിടെ ഏകമാകുന്നത്. അല്ലാതെ ഇലയും പൂച്ചയും നായും കാക്കയും കോഴിയും എല്ലാം പരമാത്മാവാണ്, അതിലെങ്ങും ഒരു അർത്ഥമില്ല. അതിനെ ഒരു കോഴിയെ കാണുമ്പോഴും അതിൽ പരമാത്മ ചൈതന്യമാണ്, അതും ഞാനായവൻ തന്നെയാണ് അതിലും ഇതിലും എല്ലാം. സർവത്തിലും ഞാനാണെന്ന് കാണുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതിയിൽ കൂടെ കാണുമ്പോഴാണ് ഒന്നാകുന്നത്. ഇല്ലെങ്കിൽ അവിടെ രണ്ടായിട്ട് തന്നെ കാണാം. കോഴി വേറെ ഞാൻ വേറെ നമുക്ക് തോന്നും. അതിനെ നമ്മൾ അങ്ങനെ ഈശ്വരനായിട്ട് കാണുമ്പോഴാണ്, അതിൽ നമ്മൾ ആനന്ദിക്കുമ്പോഴാണ്. അതിന് വിശക്കുമ്പോൾ നമ്മൾ ഭഗവാനെ അത് ഞാൻ തന്നെയാണത്. അതിന് വിശക്കുമ്പോൾ എനിക്ക് വിശക്കുന്നു നമ്മൾ അറിയണം. ഒരു കാക്ക വിശന്ന് വരുമ്പോൾ അതിന് ദാഹിക്കുന്നു, അതിന് നല്ല ഉണക്കാണ്, അതിന് വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ദാഹമായിട്ട് മാറുമ്പോഴാണ് കാക്കയും ഞാനും ഒന്നാകുന്നത്. അപ്പോൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം ഞാനും ഒന്നാകുന്നത് അങ്ങനെയാണ്. അതാണ് ആത്മാവും പ്രകൃതി ദൃശ്യമാക്കുന്ന ഈ പ്രപഞ്ചവും ഒന്നായിട്ട് കാണുന്നതാണ് യഥാർത്ഥം. ആത്മാവും ദൃശ്യപ്രപഞ്ചം ഒന്ന് തന്നെ എന്ന് അറിയുമ്പോൾ ഭഗവാനെ കാണാം. അങ്ങനെ വരുമ്പോൾ സർവത്തിലും നമ്മളെ തന്നെ കാണും. ഞാനായവൻ ഞാൻ തന്നെയാണെന്ന്, എന്നിലിരിക്കുന്ന ഞാൻ തന്നെയാണെന്ന് മനസ്സിലാകുമ്പോൾ ഞാനിനെ തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഇരിക്കുന്ന ഞാൻ തന്നെയാണ് സർവത്തിലെന്ന് മനസ്സിലാക്കുമ്പോൾ അത് തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ അത് ഞാൻ തന്നെ, മറ്റതും ഞാൻ തന്നെ, ഈ കാക്കയും ഞാൻ തന്നെ, പൂച്ചയും ഞാൻ തന്നെ, ആനയും ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ. ഞാൻ ആരാണ്? പരബ്രഹ്മം. അപ്പോൾ എന്നിൽ തന്നെയുണ്ടത്, എല്ലാത്തിലും ഉണ്ട്, അതെല്ലാം ഏകമാണ്. അങ്ങനെ കാണുമ്പോഴാണ് എന്ത് കിട്ടും? ഭഗവതാനുഗ്രഹം. ഇത് കാണാതെ നമുക്ക് കിട്ടത്തില്ല. ഇത് ഒന്ന് തന്നെ എന്ന് അറിയുമ്പോൾ ഭഗവാനെ കാണാം. എന്നാലോ ഭഗവാന്റെ അനുഗ്രഹം കൂടാതെ ആർക്കും മോക്ഷം സിദ്ധിക്കത്തില്ല. ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിത്തീരുമ്പോഴാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം ഇങ്ങനെ വരുന്നൊരു വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടൂ. സർവത്തിലും പരമാത്മാവാണെന്നും സർവത്തിലും നമുക്ക് അവരെ കാണുമ്പോൾ ഒരു വേദനിക്കുന്നതിൻ്റെ വേദന എൻ്റെ വേദനയാണ്. ഒരു കുഞ്ഞ് കരയുമ്പോൾ അത് ഞാൻ ദുഃഖിച്ച് കരയുകയാണ്. അതിനെ ആശ്വസിപ്പിക്കേണ്ട കടമ നമുക്കുണ്ട്. എന്തുകൊണ്ടും നമുക്ക് എല്ലാം ഞാൻ തന്നെയാണെന്ന് കാണുമ്പോഴാണ് ഇത് കൃപ വരുന്നത്. അപ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വരുന്നത്. അല്ലാതെ അത് വേറെ, അത് ദുഃഖിച്ചോട്ടെ, ഒരു കുട്ടി അവിടെ വീണു, അത് അതിൻ്റെ പാട്ട് പോടുക, അതിനൊന്ന് സാന്ത്വനിപ്പിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെയും അതിൻ്റെ വേദന എൻ്റെ വേദനയായിട്ട് കാണാതിരുന്നത് എങ്ങനെ ഈശ്വരൻ നമുക്ക് അനുഗ്രഹം തരും? എന്തിനാ തരേണ്ട കാര്യം? ഈശ്വരൻ നമുക്ക് അനുഗ്രഹം എന്താ കാര്യം? നമുക്ക് അനുഗ്രഹം തരുന്നത് എന്തിനാ? ഇങ്ങനെ കാണുമ്പോഴാണ് ഇനി അതിന് കൊടുക്കണം. അത് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഇഷ്ടം പോലെ കൃപ വാരി വാരി ഒഴിച്ച് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. എന്തിനാ? അത് പ്രയോഗം ചെയ്യുന്നത് ഭഗവാൻ അറിയാം. സ്പ്രേ അടിക്കുന്നത് പോലെ കുപ്പി നിറച്ച് ഇതിരിക്കും. ആ സ്പ്രേ അടിക്കുന്നത് നമ്മൾ എല്ലാത്തിലും കണ്ട് എല്ലാവരും ഉൾക്കൊള്ളുന്നു, എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നു, എല്ലാവർക്കും നന്മ പകർന്നു കൊടുക്കുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു, എല്ലാം ഒന്നായി കാണുന്നു. യാതൊരു അസൂയം കുശുമ്പൊന്നുമില്ല. സർവ്വവും ഞാൻ തന്നെയാണെന്ന് കാണുന്നൊരു വ്യക്തിക്ക് ഭഗവാൻ ഇഷ്ടംപോലെ കൃപ കൊടുത്തിരിക്കും. ആ കൃപ അനുഗ്രഹം കിട്ടാത്തത്തോളം കാലം നമുക്ക് മോക്ഷം കിട്ടത്തും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം വഴി ഇതുപോലെ എല്ലാവരും മനസ്സിലാക്കി ഇതിങ്ങനെയാണ് എന്നറിഞ്ഞും കൊണ്ട് നമ്മൾ സ്നേഹപൂർവ്വം എല്ലാത്തിനെയും കാണണം. സർവത്തിലും പരമാത്മാവാണെന്ന്, ആ ചൈതന്യം ഈശ്വരനാണ്, സർവത്തിലും കണ്ട് സ്നേഹിക്കുക. എല്ലാവരെയും സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ചേരേണ്ടത് മതി. ഇന്നത്തെ ലോകത്ത് ഒക്കാത്തത് ചെയ്യണ്ട, കൊള്ളരാത്ത കാരണം ഭഗവാൻ തന്നെ ഭഗവത്ഗീത പറഞ്ഞ് നിങ്ങൾ ഇളക്കി തീർക്കരുത്, അത് മൗഢ്യമാണ്, അതിനെ ഇളക്കണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ, അത് നശിച്ചോട്ടെ, അതിനെ നമ്മൾ നോക്കണ്ട. അത് നോക്കിയാലും ശരിയാവത്തില്ല. അതിൽ ചില കാര്യങ്ങളുണ്ട്. അധമനായിട്ട് മൗഢ്യം പിടിച്ചിടക്കുന്നത് നമ്മൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല, നന്നാവത്തില്ല. അതുകൊണ്ട് നമുക്ക് പറ്റിയെടുത്ത് മാത്രം മതി. നമുക്ക് നോക്കി ശ്രദ്ധയും ബുദ്ധിയൊക്കെ നമുക്ക് വേണം. എല്ലാത്തിനും ശ്രദ്ധയും വേണം. ആരെ വേണം നമുക്ക് സ്നേഹിക്കാൻ, നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാനും. എല്ലാത്തിനും ഒരു ബുദ്ധിയും കൂടെ വേണം. അതുകൊണ്ട് നമുക്ക് ഇന്നിപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഭാഗവതം വായിക്കാം. നമ്മൾ വായിച്ചത് അക്രൂര ദൗത്യം. ഭഗവാൻ ഒരു ദൗത്യം കൊടുത്ത് ധൃതരാഷ്ട്ര അവിടെ ഹസ്തിനപുരത്തിൽ പോയി കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വരാനായിട്ട്. കുന്തിയുടെ അതായത് ഭഗവാന്റെ അപ്പച്ചിയാണ്. അപ്പം
പാണ്ഡു അത് അർജുനൻ്റെയും 5 പഞ്ചപാണ്ഡവന്മാരുടെ പിതാവാണ് പാണ്ഡു. പാണ്ഡു മരിച്ചതിന് ശേഷം അവിടെ ദുഃഖത്തിലൊക്കെയാണ് അപ്പച്ചിയും മക്കളുമൊക്കെ. അപ്പം ധൃതരാഷ്ട്രം എന്ന് പറയുന്നത് പാണ്ഡുവിൻ്റെ അനുജനോ അന്ധനാണ്, കണ്ണ് കാണാൻ വയ്യെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു അത്രയ്ക്കും ദുഷ്ടനാണ്. ഇതുകൊണ്ടാണ് ഉള്ളം അന്ധത പിടിച്ചിരിക്കുന്നത്, വെളിവില്ല. അതിനാണ് അന്ധൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്. അതോ ഇനി വെറും പൊട്ടക്കണ്ണനാണോ അതും അറിയാൻ വയ്യ. എന്തായാലും അന്ധൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ ഇത് കൊള്ളിക്കേണ്ടത് ഇങ്ങനെ അറിവില്ലായ്മ, വെറും മൂഢൻ, യാതൊരു വെളിവില്ലാത്ത ദുഷ്ടൻ. അയാൾക്ക് എന്താ പക്ഷാഭേദമുണ്ട്. അയാളുടെ മക്കൾ നന്നാവണം. പാണ്ഡു ജ്യേഷ്ഠൻ്റെ മരണത്തോടുകൂടി ആ കുട്ടികളെ അയാളുടെ കുട്ടികളായിട്ട് നോക്കാതെ ഒരു രാജാവിനത് പാടുണ്ടോ? അപ്പോൾ എല്ലാവരെയും ഒന്നുപോലെ കാണണ്ടേ? അയാൾക്ക് പക്ഷാഭേദം, അയാൾക്കുള്ള മക്കളെ നന്നാക്കണം. ഇവരെ നോട്ടമില്ല, അവർക്ക് വേണ്ടത് കൊടുക്കുന്നില്ല. അതിനുവേണ്ടി ഭഗവാനോടെ ആ ദൗത്യം അക്രൂരനെ ഏൽപ്പിച്ച് അവിടെ പോയി തിരക്കിയിട്ട് വേണം അവിടുത്തെ രീതികൾ സുഖമാണോ കുഞ്ഞുങ്ങൾക്ക്. അതായത് ഭഗവാന്റെ അപ്പച്ചയുടെ മക്കളല്ലേ ഈ അർജുനനും നകുല സഹദേവനും യുധിഷ്ഠിരനും ഭീമനും ഒക്കെ. അപ്പോൾ അവരുടെ വിവരങ്ങളും അപ്പച്ചിക്ക് സുഖമാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അത് ദൃഷ്ടിഹീനനാം വൃദ്ധൻ ആരായി ധൃതരാഷ്ട്രര്. എനിക്കിത് ഒട്ടും തെളിയുന്നില്ല. ഈ ഫോണില്ലാതെ വായിക്കാമെങ്കിൽ തെളിയും. ഫോണിൽ കൂടെ നോക്കുമ്പോഴാണ് തെളിവില്ലായ്മ. അത് ഫാനിൻ്റെ കാറ്റ് വീശുന്നതുകൊണ്ടാണ്. ഫാനില്ലാതെ വായിക്കാനൊക്കത്തില്ല, വിയർക്കും. അതുകൊണ്ട് ദൃഷ്ടിഹീനന, കണ്ണ് കാണാത്തവൻ. ഹീനം കണ്ണ് കാഴ്ചയില്ലാത്തവൻ, ദൃഷ്ടി കണ്ണ്. അങ്ങനെ ആ വൃദ്ധൻ ധൃതരാഷ്ട്രനും പാർത്താൽ, അതായത് മനസ്സിലാക്കിയാൽ, പാണ്ഡുതൻ പുത്രന്മാരെ സ്വാത്മജന്മാരെ പോലെ നിർണയം പാലിക്കയും ഇല്ല അവൻ അവയെല്ലാം. ഈ കുട്ടികളെ അവൻ്റെ കുഞ്ഞുങ്ങളായിട്ട് കാണുന്നില്ല. ആരുടെയാ? ഈ അന്ധനായിരിക്കുന്നത് ധൃതരാഷ്ട്രൻ. ഞാൻ ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പാടാണ്, നാക്ക് തിരിയുന്നില്ല. ധൃതരാഷ്ട്രൻ. അപ്പോൾ അയാൾ ഇനി രാജാവെന്നേ പറയുള്ളൂ, എനിക്കത് പറയാൻ പറ്റുന്നില്ല. അയാൾ എന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല. അയാൾക്ക് പക്ഷാഭേദം വെച്ചാൽ അയാൾക്കുള്ള കുഞ്ഞുങ്ങളെന്നുള്ള മാത്രം ശ്രദ്ധയുള്ളൂ. രാജാവിനത് പറ്റിയതാണോ? അതുകൊണ്ട് ഭഗവാൻ ഇത് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടി അക്രൂരനെ അങ്ങോട്ട് വിട്ടതാണ്. അതായത് അക്രൂരനോട് ചെന്നു നീ അറിഞ്ഞ് ഇങ്ങു വന്ന് വൃത്താന്തം പോലെ നമ്മുടെ പാണ്ഡവരെ നന്മയായി വയ്ക്കാം. പക്ഷേ ഇത്തരം അക്രൂരനോട് അരുൾ ചെയ്ത അനന്തരം ഉത്തമനായ കൃഷ്ണൻ രാമനും ഉദ്ധവനും ഒന്നിച്ചു പോന്നു വന്നു മധുരാപുരി തന്നിൽ നന്നായി സുഖിച്ചു വാണിടിനാൻ നൃപോത്തമ. പരീക്ഷിത് രാജാവിനോട് ശുഭമഹാമുനി പറയുന്നു, അതായത് ഉദ്ധവരും ഭഗവാനും ബലരാമനും കൂടെ ആണല്ലോ അക്രൂരനെ കാണാൻ പോയത്, ഈ വിവരം പറഞ്ഞിട്ട് ഹസ്തിനപുരത്തിലേക്ക് വിടാൻ. അപ്പോൾ അവർ മൂവരും കൂടെയാണ് ഇയാളെ ഈ അക്രൂരനെ കണ്ട് പറഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് നീ പോയി കൊച്ചച്ഛനാണ് തിരക്കി അവർക്കുള്ള വിവരങ്ങളെല്ലാം അറിയണം. ഈ കുട്ടികളെ അവർ ഈ അന്ധനായ രാജാവ് നോക്കുന്നില്ല, പാലിക്കുന്നില്ല, അതിൻ്റെ വിവരങ്ങളെല്ലാം നോക്കി പറഞ്ഞ് കണ്ടുപിടിച്ചിട്ട് വരണം. അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാനും ഉദ്ധവരും ബലരാമന്റെ മധുരയിലേക്ക് തിരിച്ചു പോയി. അക്രൂരനെ കണ്ട് പറഞ്ഞിട്ട് തിരിച്ച് മധുരയിലേക്ക് പോയി. എന്നിട്ട് ഹസ്തിനപുരത്തിങ്കിൽ അക്രൂരൻ അശങ്കിതം എത്രയും വേഗത്തോടും ചെന്നതിന് അനന്തരം അന്ധനാം നൃപനെയും പത്നി ഗാന്ധാരിയെയും ബന്ധുക്കൾ ഭീഷ്മർ വിതുര ഭരദ്വാജ കർണ ഗൗതമ ബാൽഹീക ദുര്യോധനാദ്യന്മാരെയും ജാതമോദേന കണ്ടു കുശലം വിചാരിച്ചു. അവിടെയുള്ള ഭീഷ്മരെയും വിതുരരെയും ഭരദ്വാജ ദ്രോണരെയും പിന്നെ ദുര്യോധന ആദ്യന്മാർ എന്നുവെച്ചാൽ ബാക്കി എല്ലാവരെയും ആരാ നല്ല പേരെന്തോ അക്രൂരൻ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അവിടേക്ക് പോയി. എല്ലാവരെയും കണ്ടിട്ട് ജാതമോദനെ കണ്ട് കുശലമൊക്കെ പറഞ്ഞ് എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? സോദരിയായ കുന്തിതനുടെ ഗൃഹം ബുക്ക്. അപ്പോൾ സഹോദരിയെ കാണാനും കുട്ടികളുടെ വിവരം അറിയാൻ പാണ്ഡു മരിച്ചതുകൊണ്ടുള്ള വിഷമങ്ങളും വേദനകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ പറഞ്ഞു വിട്ടേക്കുന്നത്. മറ്റുള്ളവരെ കണ്ട് കുശലമൊക്കെ പറഞ്ഞിട്ട് സഹോദരിയായ അക്രൂരൻ്റെ സഹോദരിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഭഗവാന്റെ കൊച്ചച്ഛനാണെന്ന്. വസുദേവരും ഈ അക്രൂരനും ജ്യേഷ്ഠനും അന്യനും ആയിരിക്കും. എനിക്കിങ്ങനെ വായിച്ചുള്ള അറിയുള്ളൂ, അല്ല എനിക്കറിയില്ല. അപ്പം മനസ്സിലാക്കുന്നത് അങ്ങനെ, നമുക്കിത് വായിക്കുമ്പം മനസ്സിലാവും കുന്തിയുടെ സഹോദരനാണ് അക്രൂരൻ എന്ന്. കാരണം ഇനി വായിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. അങ്ങനെ സോദരിയായ കുന്തി. അപ്പം മനസ്സിലാക്കണം അക്രൂരൻ്റെ സഹോദരിയാണ് കുന്തി എന്ന്. അവരുടെ ഗൃഹത്തിലേക്ക് ചെന്നു. സോദരൻ തന്നെ കണ്ടു പൂജിച്ചു കുന്തിദാനം. ചെന്നപ്പോൾ സോദരനല്ലയോ, കുന്തിയുടെ സഹോദരനല്ലയോ ഈ അക്രൂരൻ. പെട്ടെന്ന് തന്നെ അവർ സഹോദരനെ കണ്ടപ്പം പൂജിച്ച് സൽക്കരിച്ചിരുത്തി കുന്തി. എന്നിട്ട് എന്ത് പറയുന്നു? ഖേദം ഉൾക്കൊണ്ടു തൻ്റെ വേദനയെല്ലാം ഓരോ നാദരവോട് കുശല പ്രശ്നങ്ങളായി ചൊന്നാൾ. ഒരു കുശല രീതിയിൽ, പ്രശ്നങ്ങളായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യവും പറഞ്ഞ്
അക്രൂരനോട് സഹോദരിയായ കുന്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു, വിഷമങ്ങളും വേദനകളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ ചോദിച്ചു, തിരിച്ചിങ്ങോട്ട് ചോദിക്കുമല്ലോ. അവരത് അക്രൂരൻ്റെ പിതാവാണ് ശൂരസേനൻ. ഉഗ്രസേനൻ ദേവകിയുടെ, അത് കംസൻ്റെ അച്ഛനാണ്. ശൂരസേനനാണ് ഇവരുടെ പിതാവ്, വസുദേവരുടെ ഈ അക്രൂരൻ്റെയൊക്കെ. അപ്പം ചോദിക്കും, താതനും ഭ്രാതാക്കളും, അപ്പം ഈ കുന്തിയുടെയും അച്ഛനാണ്, അവർ ആങ്ങളെയും പെങ്ങളും അല്ലേ. അപ്പോൾ താതൻ അതായത് പിതാവ് ആരാണ്? അപ്പം നമുക്ക് മനസ്സിലാക്കാം, വസുദേവരുടെ പിതാവ് ശൂരസേനാണെന്ന് ഞാൻ ഭാഗത്ത് വായിച്ചെനിക്കറിയാം, അല്ലാതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ മനസ്സിലാക്കണം, ശൂരസേനന് സുഖമുണ്ടോ, അതാണ് താതൻ. താതനും ഭ്രാതാക്കളായ സഹോദരങ്ങൾക്കും നിങ്ങളും, അതായത് അക്രൂരനും ഭ്രാതൃപുത്രന്മാരും, അതായത് ആരാ? ഭ്രാതൃപുത്ര സഹോദരി വർഗങ്ങളും. സഹോദരൻ്റെ പുത്രന്മാർക്ക്, അതാരാണ്? വസുദേവര് സഹോദരനാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭ്രാതാവ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മക്കളാരാ? ബലരാമനും കൃഷ്ണനും ഒക്കെ മക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കും സോദരീ വർഗങ്ങളും പിന്നെ വേറെ ജ്യേഷ്ഠത്തി അനിയത്തിമാരൊക്കെ കാണും, അവർക്കും സൗഖ്യമായി വാഴുന്നില്ലേ, എല്ലാവർക്കും സുഖമല്ലേ എന്ന് അക്രൂരനോട് കുന്തി ചോദിച്ചു. അച്ഛനും സഹോദരങ്ങൾക്കും സഹോദരികൾക്കും പിന്നെ സഹോദരപുത്രന്മാർക്കും, അത് കൃഷ്ണനും രാമനും എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചു. മാനസശോകത്തോടെ വാഴുന്നോരെന്നെ നിങ്ങൾ മാനസേ മറന്നിതോ, എന്നെ ഞാൻ മനസ്സിന് സുഖമില്ലാതെ അവിടെ കഴിയല്ലേ, കുന്തി പറഞ്ഞു. കാരണം പാണ്ഡു മരിച്ചതുകൊണ്ട് അവർക്ക് വളരെ ദുഃഖമുണ്ട്. 5 കുട്ടികളാണ്, അവരെയൊക്കെ വളർത്തണ്ടേ, കുന്തിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് മനസ്സിന് ശോകം ഉണ്ടാകുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അവർക്ക് ഇത്രയും ദുഃഖത്തോടെ കഴിയുന്ന എന്നെ, ഇങ്ങനെ കഴിയുന്ന എന്നെ നിങ്ങൾ, അത് അക്രൂരനും വസുദേവനും കൃഷ്ണനും രാമനും മറ്റുള്ളവരെല്ലാം പിതാവും ഒക്കെ എന്നെ മറന്നോ? മാനസേ, നിങ്ങളെ മനസ്സിൽ നിന്ന് എന്നെ വിട്ട് കളഞ്ഞോ? ഞാനിങ്ങനെ ഉണ്ടെന്നും എൻ്റെ കുട്ടികൾ 5 പേരും ഇവിടെ ഉണ്ടെന്നാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയോ? ഞാൻ ഏതു പറഞ്ഞില്ല, പൈതൃശ്വസേന്മാരാം എന്നോട് പുത്രന്മാരെ ചേതസി രാമകൃഷ്ണന്മാർ അവർ ഓർത്തിടുമോ? അപ്പോൾ എന്നെ നിങ്ങൾ മറന്നോ? ഞാൻ ഏതും അറിഞ്ഞില്ല. ഈ കുട്ടികൾ പുത്രന്മാർ ആരാണ്? സഹോദരൻ്റെ പുത്രന്മാർ കൃഷ്ണനും രാമനും, വസുദേവരുടെ പുത്രനല്ലേ. അതുകൊണ്ട് അവരും എന്താ പറയുക, ചേതസി രാമകൃഷ്ണന്മാർ അവർ ഓർത്തിടുമോ? ഈ അപ്പച്ചിയും ഈ അളിയന്മാരാണല്ലോ ഈ പിള്ളേർ 5 പേരും. ഇത് കൃഷ്ണനും രാമനും ആങ്ങളുടെ മക്കളാണല്ലോ, അവർ ഞങ്ങളെ മറന്നോ? ഞങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതൊരു വിധവയായ ഒരു സ്ത്രീ, 5 മക്കളുള്ള ഒരു സ്ത്രീയുടെ ഉള്ളിൽ വേദനിച്ചൊരു ചോദ്യമാണ്. മനസ്സിലാക്കണം, നമുക്കും ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. വിധവയായി ഭർത്താവ് മരിച്ചതിനു കുട്ടികളെ വളർത്താൻ വളരെ വളരെ ദുഃഖപ്പെട്ട് കഴിയുന്ന അനേക മാതാവും കുട്ടികളുമൊക്കെ ഇങ്ങനെ ഉണ്ട്. അവിടെ അന്നേ ഇതുണ്ട്. അപ്പോൾ കുന്തിക്ക് അത്ര വിഷമമുണ്ട്. ഈ കുട്ടികളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രാമനും കൃഷ്ണൻ സഹോദരപുത്രനായ ഭ്രാതാക്കെന്ന് പറഞ്ഞാൽ സഹോദരൻ. അപ്പോൾ വസുദേവരുടെ കുഞ്ഞുങ്ങളായ രാമനും കൃഷ്ണനൊക്കെ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? ദുഷ്ടരാം ചെന്നായ്ക്കൾ തൻ മധ്യത്തിൽ ഭയം പൂണ്ട് പെട്ടിഹ കിടക്കുന്ന, എങ്ങനെയാ? ദുഷ്ടരാം ചെന്നാക്കളാണ് ആരാ? ഈ കണ്ണ് കാണാത്ത അന്ധനായ ധൃതരാഷ്ട്രർ. അയാളും അയാളുടെ മക്കളും എല്ലാം വെറും ദുഷ്ടന്മാരാണ്. അത് ചെന്നായ്ക്കൾക്ക് തുല്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെന്നായ്ക്കളുടെ മധ്യത്തിലാണ് ഞാൻ കിടക്കുന്നത്. എങ്ങനെ കിടക്കുന്നത്? ഭയം പൂണ്ട്, അത്രത്തോളം ഭയന്ന് പെട്ടിഹ കിടക്കുക. എങ്ങനെ കിടക്കുന്നു? ആരെപ്പോലെ? ഹരണി കണക്കിന്. ഹരണി വെച്ചാൽ ഒരു മാൻകുട്ടി, മാൻപേട വെച്ചാൽ ഒരു കുഞ്ഞു മാൻ എങ്ങനെയാ പേടിച്ച് കിടക്കുന്നത്. അങ്ങനെ കുന്തിയും കുഞ്ഞുങ്ങളും മാൻപേട പോലെ അവിടെ ഭയന്ന് വിറച്ച് ഈ ചെന്നായ്ക്കളെ പിടിച്ചു കഴിഞ്ഞത്തില്ലയോ മാനിനെ. ചെന്നായ്ക്കളുടെ തൊഴിലെന്താണ്? കുഞ്ഞു മാനിനെയൊക്കെ പാവം മാനിനെ പിടിച്ച് തിന്നുന്ന. അങ്ങനെ ഈ ചെന്നായ്ക്കളിടയ്ക്കാണ് കുന്തിയായിരുന്ന ഈ മാൻപേട വസിക്കുന്നത്. എത്രയും ദുഃഖത്തോടെ ഭീതിയും കൈക്കൊണ്ടിഹ, ഇവിടെ എത്രയും ദുഃഖത്തോടും ഭയത്തോടാണ് ഇവിടെ ഞങ്ങൾ കഴിയുന്നത്. എങ്ങനെയാ? ഈ ശത്രുക്കൾ മധ്യേ കിടന്നിടുന്നവർ എന്നെ പിന്നെ ഇങ്ങനെയുള്ള ഭയത്തോട് വിറച്ച് കിടക്കുക ഒരു മാൻകുട്ടിയെ പോലെ ഈ 5 കുഞ്ഞുങ്ങളും ഞാനും ഈ ശത്രുക്കളായിരുന്ന അന്ധനായിരുന്ന ഈ ദുഷ്ടന്മാരുടെ ഇടയ്ക്ക് അതിന് മധ്യേ ഇങ്ങനെ കിടന്നിരുന്നവർ എന്നെ പിന്നെ താതനില്ലാത്ത ബാലന്മാരെയും ജനാർദ്ദനൻ ചേതസി കാരുണ്യത്താലിങ്ങൊരു ദിനം. അതായത് കുറച്ച് പറയാം മക്കളെ, എനിക്കൊന്നാ നാക്ക് തിരിയുന്നില്ല. അപ്പം ശത്രുക്കളുടെ മധ്യേ ഇങ്ങനെ കിടക്കുന്ന ഈ മാൻപേട പോലെ ഈ കുന്തിയും കുഞ്ഞുങ്ങളെയും, താതനില്ല, പാണ്ഡുവില്ല, അപ്പം പിതാവില്ലാത്ത ഈ കുഞ്ഞുങ്ങൾ, ബാലന്മാർക്ക് പിതാവില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഈ ബാലന്മാരെയും ഭഗവാൻ ജനാർദ്ദനൻ ചേതസി മനസ്സിൽ കാരുണ്യത്താലിങ്ങി ഒരു ദിനം,
അവരുടെ അത്രയ്ക്ക് അവർക്ക് വിഷമമുണ്ട്. ആരാ സഹായത്തിനുള്ളത്? ഭഗവാനുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അവർക്കറിയാം കൃഷ്ണൻ ആരാണെന്ന് അവർക്കറിയാം. അവർ അപ്പച്ചിയാണെങ്കിലും സഹോദരൻ്റെ മകനാണെന്നും ഈശ്വരനാണെന്ന് അവർക്ക് അറിയാം കുന്തിക്ക്. അതുകൊണ്ട് കാരുണ്യത്താലെങ്കിൽ ഒരു ദിവസം വന്ന് കണ്ട് മാനസതാപം ആശ്വസിപ്പിച്ചിടുമോ? എൻ്റെ ഉള്ളത്തിലെ മനസ്സിലെ വിഷമം, ചൂട്, താപം ഇത് ഒരു ദിവസമെങ്കിലും ഈ താതനില്ലാത്ത ഈ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്ന എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും ജനാർദ്ദനൻ, ഭഗവാൻ കൃഷ്ണൻ, ജനാർദ്ദനൻ കൃഷ്ണനാണ് അങ്ങനെ പറയുന്നത്, മനസ്സിൽ കാരുണ്യത്താൽ ഒരു ദിവസമെങ്കിലും വന്ന് എൻ്റെ മനസ്സിൻ്റെ ദുഃഖം മാറ്റി ആശ്വസിപ്പിച്ച് തരുമോ? ഇതൊക്കെയാ അവർ ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇതൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിവരം തിരക്കാൻ അക്രൂരനെ പറഞ്ഞു വിട്ടത്. ബലരാമനും ഉദ്ധവരും കൃഷ്ണനും കൂടെ അക്രൂരൻ്റെ വീട്ടിൽ പോയി ഈ ഒരു ദൗത്യം അദ്ദേഹത്തിന് കൊടുത്തത് എന്താ? ഭഗവാൻ അറിയാം ഇവിടെ ദുഃഖപ്പെട്ട് കിടക്കുകയാണ് അപ്പച്ചിയും മക്കളും ഒക്കെ, തന്ത മരിച്ചു പോയല്ലോ. അപ്പോൾ ഇതിനെ ഒന്ന് തിരക്കി അറിഞ്ഞിട്ട് വരണം. ഈ ശത്രുക്കളാണ്, ദുഷ്ടന്മാരാണ്. ഈ ധൃതരാഷ്ട്രം എന്നറിയാം, അന്ധനായ രാജാവ്, അയാൾ ഇവരെയൊന്നും നോക്കത്തില്ല, കാരുണ്യമില്ല, അത് വെറും നീചനാണ് അയാൾ. അതുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം തിരക്കാൻ വേണ്ടി അക്രൂരനെ ഇങ്ങോട്ട് വിട്ടതാണ്, വിവരങ്ങളൊക്കെ അറിഞ്ഞു ചെന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ കുന്തി ചോദിക്കുകയും ചെയ്യുന്നത്, ഞങ്ങളെ മറന്നോ? ഒരു ദിവസമെങ്കിലും എന്നെ ആശ്വസിപ്പിക്കാൻ ഇങ്ങോട്ട് വരുമോ? ജനാർദ്ദനൻ കൃഷ്ണൻ ചേതസി താതനില്ലാത്ത ബാലന്മാരെയും ഭഗവാൻ കൃഷ്ണൻ ജനാർദ്ദനൻ ചേതസി കാരുണ്യത്താലെങ്കിൽ ഒരു ദിവസം വന്ന് കണ്ടിട്ട് മാനസതാപം ആശ്വസിപ്പിച്ചിടുമോ? ചോദിക്കുക. എൻ്റെ ദുഃഖത്തെ വന്ന് ശമിപ്പിക്കുമോ? ഒരു ദിവസം, ഒരു ദിനം മതി, തോനെ വേണ്ട, ഒറ്റ ദിവസം വരുമോ? അണ്ടർഗോനായ കൃഷ്ണ നമസ്തേ നമോസ്തുതേ. അവർ ഉള്ളം പിടയ്ക്കുന്നു അവർക്കുള്ള. അപ്പോൾ പറയുന്നു, അങ്ങനെ എനിക്ക് ഒരു ദിവസമെങ്കിലും എൻ്റെ കൃഷ്ണൻ ജനാർദ്ദനൻ ഒന്ന് വന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുമോ? അണ്ടർഗോനായ ഭഗവാനെ നാരായണ കൃഷ്ണ നമസ്തേ നമോസ്തുതേ. അവർ പ്രാർത്ഥിക്കുമോ? അക്രൂരൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവർ ഇപ്പം ഈ വിളി എവിടെ കേട്ട് കാണും? മധുരയിൽ കൃഷ്ണനൊക്കെ ചെന്ന് കാണും. അവിടെ ഉള്ളം പിടയ്ക്കുന്നത് ഭഗവാൻ അറിയാം. മാനസ ശോകഹര കൃഷ്ണായ നമോസ്തുതേ. മനസ്സിൻ്റെ ശോകത്തെ ഹനിക്കുക, ഹര ഇല്ലാതാക്കുന്ന ഭഗവാനെ നാരായണ കൃഷ്ണ അങ്ങേക്ക് നമോസ്തുതേ നമിക്കുന്നു. ആനന്ദമൂർത്തേ തവ പാദ പങ്കജം എന്നീ മാനസഗതി എനിക്കില്ലേതും ദയാനിധേ. ഭഗവാൻ ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ആനന്ദമൂർത്തേ തവ അങ്ങയുടെ പാദപങ്കജമല്ലാതെ മാനസഗതി എനിക്കല്ലാതെ എനിക്ക് ഒരു ഗതിയില്ലേതും ഭഗവാനെ ദയാനിധേ. എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല. ഒരു സഹോദരൻ്റെ മകനായിട്ടല്ല കുന്തി കാണുന്നത്, പരമാത്മാവായിട്ട കൃഷ്ണനെ കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങല്ലാതെ, അങ്ങയുടെ പാദപങ്കജമല്ലാതെ എന്നെ അല്ലാതെ മാനസഗതി എൻ്റെ എനിക്കല്ലാതെ ആരും ഇവിടെ എന്നെ സഹായിപ്പാനിവിടെ ഇല്ല ഭഗവാനെ നാരായണ കൃഷ്ണ ദയാനിധേ, ദയയുള്ളവനെ. ദുഃഖിയാം എന്നെയും മൽപുത്രരാം ബാലനെയും ദുഃഖങ്ങൾ തീർത്ത് ദുഃഖനാശന വേഗേന നീ കാത്തുകൊള്ളുക. അപ്പോൾ ദുഃഖിക്കുന്ന എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും, അതാണ് ബാലനാണ്, കുഞ്ഞുങ്ങളാണ് അവർ, ദുഃഖങ്ങൾ തീർത്തിട്ട് ദുഃഖത്തെ നശിപ്പിക്കുന്ന ഭഗവാനെ ദുഃഖനാശന. അങ്ങ് ഭഗവാന്റെ പേരാ ദുഃഖനാശൻ. ഭഗവാൻ ദുഃഖത്തെ നശിപ്പിക്കുന്ന ഭഗവാനാ. അങ്ങനെയുള്ള ഭഗവാനെ വേഗേന വന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളുക. കാരണം അത്രയ്ക്ക് അവർ മുട്ടിയിരിക്കുക അവിടെ. അവർ 5 കുഞ്ഞുങ്ങൾ ഒരേ രീതിയിൽ 5 പിള്ളേർ. ഭീമനാണെങ്കിലോ എത്രമാത്രം കഴിച്ചാലും അദ്ദേഹത്തിന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ പാഠം ഭീമൻ്റെ ആഹാരത്തെ പറ്റി. അപ്പോൾ ഈ അമ്മ ഒറ്റയ്ക്ക്, അച്ഛനും ഇല്ല, നോക്കാൻ ആളില്ലാത്ത 5 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടതെങ്കിൽ എന്തുമാത്രം വിഷമമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ ദുഃഖം തീർത്ത് ദുഃഖനാശന വേഗേന നീ കാത്തുകൊള്ളുക എന്നും ഇത്തരം ചൊല്ലി കുന്തി എന്ത് ചെയ്യുന്നു? ചിത്തശോകേന കരഞ്ഞിടിനാൾ. അത് നേരം അവർ അത്രമാത്രം ദുഃഖത്തോടെ അക്രൂരനെ കണ്ടപ്പം പൊട്ടി പോവുക. സഹോദരനല്ലേ, മറ്റാരോട് പറയാനാ? അപ്പം ഈ അക്രൂരനെ ഭഗവാന്റെ ഉള്ളത്തിൽ വെക്കം അറിയും, ദുഃഖിക്കുന്നവരെ അറിയുന്ന ഭഗവാനാ. ഈ സഹോദരന്മാർക്ക് പെട്ടെന്നൊന്നും അറിയത്തില്ല. അതാണ് രസം. കൃഷ്ണന് എല്ലാവരെയും ഒന്നുപോലെ കാണും. അവിടെ അപ്പച്ചി എന്നുള്ള രീതിയിലല്ല കാണുന്നത്. വേദനിക്കുന്ന ആരാണോ അത് ഭഗവാന്റെ ഭക്തന്മാരാണ്. അവരെ ഭഗവാൻ അത് അറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അക്രൂരനെ അങ്ങോട്ട് വിട്ടത്. തിരക്കിയിട്ടൊക്കെ എല്ലാം മനസ്സിലാക്കി വന്ന് പറയൂ അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ചെന്നപ്പോൾ എന്താ നല്ല വിശേഷം അല്ലേ, അത്രത്തോളം ദുഃഖമല്ലേ കുന്തിക്ക്. അതുകൊണ്ട് എന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളെ കാത്തുകൊള്ളുക എന്നും ഇത്തരം ചൊല്ലി കുന്തി ചിത്തശോകേന കരഞ്ഞിടിനാൾ. അത് നേരെ അങ്ങനെ മനസ്സിന് അത്രമാത്രം പ്രയാസത്തോടു കൂടി തന്നെ നിലവിളിച്ച് കരയുന്നു.
നല്ലനാം വിതുരരും ഗാന്ധിനി സുതൻ താനും അല്ലൽ പൂണ്ടുള്ളിൽ നല്ല സാന്ത്വനവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു. അതായത് വിതുരർ ഭക്തന, വിതുരരും ഗാന്ധിനി സുതനായ അവർ, അതായത് ഈ അക്രൂരൻ എല്ലാവരും സാന്ത്വന വാക്യങ്ങൾ, നല്ല നല്ല ആശ്വാസവാക്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. കുന്തിതനിലെ സ്നേഹത്താൽ അങ്ങ് ഈശ്വര ധ്യാനം ചെയ്ത് മേവിനാൽ കുന്തിത, അങ്ങനെ അവർ സന്തോഷത്താൽ അവരെല്ലാം പറഞ്ഞ് ആശ്വാസം കൊടുത്തിട്ട് അവർ ഈശ്വരനെ തന്നെ മുഴുകി കുന്തി. കാരണം ദുഃഖിക്കുന്നവർക്കാണല്ലോ ആശ്വാസം ആരാ ഉള്ളത്? ദുഃഖമുള്ളവർക്ക് മാത്രമേ ഭഗവാൻ ആശ്രയം എടുക്കൂ. അല്ലാതെ ഈ ലോകത്തിൽ ദുഃഖമില്ലാത്തവർക്ക് ഈശ്വരനെ അറിയത്തേ ഇല്ല. കാരണം ദുഃഖമില്ല. ദുഃഖം വരുമ്പോഴേ നമുക്ക് പരമാത്മാവിനെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഭക്തമക്കൾക്ക് ദുഃഖം ഉണ്ടാകുന്നത്. മനഃപൂർവ്വം അല്ല, അതിനകത്ത് ഇത് പ്രകൃതി നിയമമാണ്. നമുക്ക് ഈശ്വരനെ അറിയാനൊരു ചിലർക്കൊരു യോഗമുണ്ട്. അപ്പോൾ അതിൻ്റെ നിയമം ഇങ്ങനെയാണ്. അല്പം ദുഃഖം കൊടുക്കാതെ നമ്മൾ അറിയില്ല. എല്ലാ സുഖം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അതിൻ്റെ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അറിവ് വേണം. എത്ര ഉണ്ടായാലും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് അറിയാനാണ് ദുഃഖം കൊടുക്കുന്നത്. ഇത് അറിയാൻ വേണ്ടി അറിയാത്തവരെ അറിയിക്കണം. അറിഞ്ഞവർക്ക് ദുഃഖം ദൈവം കൊടുക്കത്തില്ല, വലുതായിട്ട് കൊടുക്കും. കാരണം അറിഞ്ഞവരെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കും. അത് മുടങ്ങിയാലേ കൊടുക്കും. ഇപ്പം ഞാൻ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ദുഃഖങ്ങളൊന്നും വരത്തില്ല. താങ്ങാനുള്ള ദുഃഖങ്ങളെ തരത്തുള്ളൂ. കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി മതിമറന്ന് പോയാൽ എന്ത് വരും? ദുഃഖം വരും. എന്തിനാ വീണ്ടും നീ എടുക്കൂ, അത് വായിക്കൂ, അത് മനസ്സിലാക്കൂ, ചെയ്തുകൊണ്ടിരിക്കൂ എന്ന് പറയാൻ വേണ്ടി ഒരു അടി തരും. അത്രയേ ഉള്ളൂ. എന്നും അടി കൊള്ളുമെന്ന് കരുതി നമ്മൾ എന്നും ചെയ്തു നോക്ക്, അടിക്കത്തില്ല. നമുക്ക് എല്ലാം അങ്ങനെ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം പഠിക്കാനുണ്ട്. നമ്മളെ വീട്ടുകളിൽ എന്നും കാണുന്ന തന്നെ ഇതും രണ്ടും ഒരേ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് കുന്തിയെ അവരെല്ലാം നന്നായി സാന്ത്വനങ്ങളെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് കുന്തി എന്തുവന്ന് തന്നില സ്നേഹത്താലേ, തന്നില സ്നേഹം കുന്തിയുടെ ഉള്ളത്തിൽ എന്തുണ്ട്? സ്നേഹം. ഈശ്വരധ്യാനം ചെയ്തു. ഉള്ളിലുണ്ട് പരമാത്മാവ്. അവർ ഭക്തയാണ്. അതുകൊണ്ട് കുന്തി തന്നിലേ സ്നേഹത്താൽ ഈശ്വരധ്യാനം ചെയ്ത് മേവിനാൾ കുന്തിദാനം. അങ്ങനെ അവരെല്ലാം ആശ്വാസം കൊടുത്തപ്പം ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഉള്ളിലാക്കി കുന്തി അങ്ങനെ നന്നായി പ്രാർത്ഥിച്ച് ഈശ്വരനെ ധ്യാനിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ വായിച്ച് നന്നായി അർത്ഥം മനസ്സിലാക്കി ഒക്കുന്നിടത്തോളം ഒരിക്കലും ആരും ശരിയായിട്ട് മുന്നോട്ട് ഒരുപാട് നമ്മൾ ഇന്ന് വായിക്കുന്നത് നാളെ വേറെ രീതിയിൽ അർത്ഥം വരും. നമുക്ക് അറിയുന്ന അനുസരിച്ചാണ് പിന്നെ അർത്ഥങ്ങൾ നീണ്ടുകൊണ്ട് പോകും. കഴിഞ്ഞ ആണ്ട് ഞാൻ വായിച്ചത് ഇത്ര എനിക്ക് അർത്ഥം അറിയില്ലായിരുന്നു. നമുക്ക് ഒന്നുകൂടെ വ്യാഖ്യാനിക്കാനുള്ള അർത്ഥം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ തരും. വേദവ്യാസ മഹാവൻ തന്ന അർത്ഥം കൂടാതെ നമ്മൾ ഒരു വേദവ്യാസനാകും. കാരണം ഇതിൽ നമുക്കും പുരോഗമനം ഉണ്ടാക്കാം. ഈശ്വരന് അനുഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെക്കൊണ്ടും ഒരു വേദവ്യാസിയോ വേദവ്യാസനോ ആക്കും. നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭക്തി വരുന്നെങ്കിൽ അത് തന്നെയാണ് ഉപകാരം. അത് നമ്മളിലുണ്ടോ? അതാണ് ഏറ്റവും വലുത്. വേദവ്യാസ മഹാമുനി കൊണ്ട് ഒക്കുന്നതോളം അദ്ദേഹം ചെയ്തു. നമുക്ക് അതിനകത്ത് അപ്പുറത്തോട്ട് എന്തെങ്കിലും ചെയ്യണോ? ഈശ്വരൻ അതിൻ്റെ കാരണം നമുക്ക് അനുഗ്രഹം തന്ന നമുക്കും അത് ചെയ്യാം. കാരണം ഈശ്വരനെ പ്രാർത്ഥനയിൽ കൂടി ഇഷ്ടംപോലെ ആരാധിക്കാനും ഭഗവാനെ രുചിച്ചറിയാനുള്ള ഒരു ഭഗവാനിലെ ഭക്തി വർദ്ധിക്കാൻ നമ്മളിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, ഭഗവാനിൽ നിന്ന് നമുക്ക് കൃപ കിട്ടുന്നെങ്കിൽ, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളാലും നമുക്ക് അതിനകത്ത് ചേർക്കാം. അങ്ങനെ ഉണ്ട്. കാരണം ഭക്തി വർദ്ധിച്ചാൽ മതി. ഇവിടെ ഭക്തിക്ക് വേണ്ടിയാണ് ഇവിടെ ഇത് വേദവ്യാസ മഹാമുനി തന്നേക്കുന്നത്. അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ട് ഭക്തി ഉണ്ടാവാൻ ഒക്കെ അതിൽ നിന്നും കിട്ടാഞ്ഞിട്ട് നാരദ മഹാമുനി പറഞ്ഞനുസരിച്ചാണ് ഈ ഭാഗവതം തയ്യാറാക്കിയത്. നമുക്ക് ഭക്തി ഉണ്ടായി പരമാത്മ ചേർന്ന് ലയിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾക്കും ഇതുപോലെ ഭക്തി വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് കഴിവുണ്ടെങ്കിൽ ഭഗവാന്റെ കൃപയോടുകൂടി തരുന്നെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം. അതുകൊണ്ട് അവർ നന്നായി ധ്യാനിച്ചു. വാർത്തകൾ അറിവാനായി അവിടെ അക്രൂരനും പാർത്തിതു ചെറ്റുദിനം ഓരോന്നായി ഓർത്തോർത്തവൻ. കാരണം ഇത്രയും ദുഃഖം വന്നപ്പോൾ, കുന്തിക്ക് ഇത്രയും പ്രയാസമുണ്ടായപ്പോൾ സഹോദരൻ അക്രൂരൻ എന്ത് ചെയ്തു? ഇത്രയും വാർത്തകളെല്ലാം അറിഞ്ഞപ്പോൾ പാർത്ത് കുറേ ദിവസത്തേക്കവിടെ താമസമാക്കി. ചെറ്റുദിനം കുറച്ച് ദിവസം. ഓരോന്നായി ഓർത്തോർത്തവൻ. ഇത്രയും ദുഃഖമാണോ എൻ്റെ സഹോദരിക്ക്? ഈ കുട്ടികളെ നോക്കാൻ ഈ രാജാവായ ഈ ധൃതരാഷ്ട്ര നോക്കാഞ്ഞപ്പം ഇതിൻ്റെ സഹിക്കുമോ ഒരു സഹോദരന്? ആർക്ക് സഹിക്കും? മറ്റന്യർക്ക് സഹിക്കുമോ? ഒരിക്കലും അങ്ങനെ ആർക്കും ഈശ്വരനോട് സ്നേഹമുള്ളവരും എല്ലാവരെയും ഒന്നായി കാണുന്നവർക്ക് സഹിക്കത്തില്ല. അതുകൊണ്ടല്ലേ മക്കളെ ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നത്. ഇതൊക്കെ പണ്ടെന്നോ നടന്ന കാര്യമായാലും എനിക്കിതൊക്കെ ഇന്ന് നടക്കുന്ന പോലെ തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം കുറച്ച് ദിവസം അവിടെ തങ്ങുവാണ്.
എന്നിട്ട് എന്ത് ചെയ്തു? പാണ്ഡവരുടെ ബുദ്ധി ഗുണങ്ങൾ ധർമ്മ കർമ്മ പാണ്ഡിത്യ ശ്രുത ശൗര്യ ധൈര്യ സജ്ജന ഭക്തി വീര്യവും വിദ്യാ ദാനശീലം സൽഗുരു ഭക്തി ആര്യമാർഗങ്ങൾ ഇവയാകിയ ഗുണമെല്ലാം ഉണ്ടായി വരികയാൽ അവരിൽ പ്രജകൾക്കും ഉണ്ടായത് അനുരാഗമായവ സഹിയായിക കാരണം. അപ്പോൾ എന്ത് വന്നു? പാണ്ഡവരുടെ ബുദ്ധി ഗുണങ്ങളും ധർമ്മങ്ങളും അത് പാണ്ഡിത്യവും ഇതെല്ലാം ഭക്തിയും വീര്യവും ഇതെല്ലാം ആര്യമാർഗങ്ങൾ ശ്രേഷ്ഠ മാർഗങ്ങളാകിയ ഈ ഗുണമെല്ലാം ഉണ്ടായി വരികയാൽ അവരിൽ പ്രജകൾക്കും ഉണ്ടായി അനുരാഗമായവ. അപ്പോൾ ഇതെല്ലാം ഒരു രാജാവിനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇത്രയും ഗുണഗണങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള പ്രജകൾക്കും അതൊക്കെ ഉണ്ടാകും. എന്താ? പാണ്ഡവരുടെ ബുദ്ധി ഗുണങ്ങൾ. ഈ അവിടെയുള്ള പാണ്ഡവർക്ക് നല്ല നല്ല ബുദ്ധിയും ഗുണങ്ങളും ധർമ്മങ്ങളുണ്ട്. യുധിഷ്ഠിരൻ നല്ല ധർമ്മഷ്ഠനാണ്. കർമ്മ പാണ്ഡിത്യമുണ്ട്, ശ്രുത ശൗര്യ ധൈര്യമുണ്ട്, സജ്ജന ഭക്തിയുണ്ട്, ഭക്തന്മാരോട് ഭക്തി, സജ്ജനങ്ങളോട് ഭക്തിയുണ്ട്, വീര്യവും വിദ്യ ഉണ്ട്, അത് ദാനശീലമുണ്ട്, സൽഗുരുവിൽ ഭക്തിയുണ്ട്, ആര്യമാർഗങ്ങൾ ഇവയാകെ ഗുണം. ശ്രേഷ്ഠ മാർഗങ്ങളാകുന്ന ഈ ഗുണം നമുക്കെല്ലാം ഇതൊക്കെ വേണം. നമ്മളിത് വായിക്കുന്ന ഈ ഗുണങ്ങളെല്ലാം നമുക്കുണ്ടാകണം. അങ്ങനെ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായി വരികയാൽ അവരിൽ പ്രജകൾക്കും ഉണ്ടായത് അനുരാഗമായവ സഹിയായ കാരണം. ഇതൊന്നും ഈ പറഞ്ഞ ദുഷ്ടനായ കണ്ണു കാണാമത്തെ അന്ധൻ ഇതൊന്നും ഇല്ല. അപ്പോൾ പ്രജകൾക്ക് എന്തുവരും? ഉണ്ടായത് അനുരാഗമായവ. ഇത് സഹിയായ കാരണം. എന്താ? ഇതൊന്നും ഈ ധൃതരാഷ്ട്രർക്ക് ഇല്ല. അതുകൊണ്ട് ഇവർക്ക് എന്തുവന്ന്? പ്രജകൾക്ക് സഹിക്കാൻ വയ്യ. അത് കാരണം കണ്ണില്ലാത്ത വൃദ്ധന നൃപൻ കർണൻ ദുര്യോധനൻ പിന്നെ ശകുനി ഇവരെല്ലാം ഒന്നിച്ച് നിരൂപിച്ചു ഭീമനെ കൊന്നിടുവാൻ. ഇത്രയും ഗുണങ്ങളെല്ലാം ഈ 5 പേർക്കൊക്കെ ഉണ്ട്. എന്നാൽ ധവൻ ഈ ധൃതരാഷ്ട്രക്കും എന്താ പറയുക, കർണനോ ആക്കാണ്ടൊക്കെ കണ്ണില്ലാത്ത വൃദ്ധനും ഇവരൊക്കെ ദുര്യോധനനൊക്കെ പിന്നെ ശകുനി ഇവർക്കൊക്കെ ഒന്നിച്ച് നിരൂപിച്ച് ഈ 5 പേർക്ക് ഇതെല്ലാം ഉണ്ട്. ഈ ഗുണഗണങ്ങളെല്ലാം ഉണ്ട്. ശൗര്യവും സജ്ജനഭക്തി. കുന്തി അത്ര ഭക്തയല്ലേ? ആ ഭക്തയുടെ എന്തായാലും മക്കളും ആ ഭക്തി ഉണ്ടാവും. എല്ലാം കൊണ്ട് അവർ ആര്യമാർഗ ശ്രേഷ്ഠമായ വഴികളാണ് ഗുണങ്ങളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരിൽ പ്രജകൾക്ക് അനുരാഗമുണ്ടാകും. ഈ 5 പേരിലോട്ടും കുന്തിക്കൊക്കെ നന്മ ഉള്ളതുകൊണ്ട് മറ്റ് ജനങ്ങൾക്കെല്ലാം അവരോട് സ്നേഹമുണ്ട്, അനുരാഗമുണ്ട്. എന്താ? അയ്യോ, അവർ നല്ല ശുദ്ധരാണ്, 5 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്, കുന്തിദേവി അത് തന്നെയാണ് എന്ന് കാണികളെല്ലാം അങ്ങനെ അവരെ അംഗീകരിക്കും പ്രജകൾ. അതുകൊണ്ട് അവരിൽ എന്ത് വന്നു? അനുരാഗം ആയവ. എന്നാലോ സഹിയായിക കാരണം കണ്ണില്ലാത്ത വൃദ്ധനാനൃപൻ കർണനും ദുര്യോധനനും പിന്നെ ശകുനി ഇവരെല്ലാം എന്ത് ചെയ്തു? ഒന്നിച്ച് നിരൂപിച്ച് ചിന്തിച്ച് എന്താണ്? ഭീമനെ കൊല്ലാൻ തീരുമാനിച്ചു. ഭീമൻ എന്ന് പറഞ്ഞാൽ പാണ്ഡവരുടെ മകൻ, 5 പേരിൽ ഒരാൾ. ഭീമന് ഒരുപാട് ആഹാരങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണോ എന്തോ എന്തായാലും കൊല്ലാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താന്ന് നമുക്ക് വായിച്ച് നോക്കാൻ പറയാം. എനിക്കെൻ്റെ മനസ്സിലൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ അപ്പോഴവിടെ വായിക്കുന്നത് എനിക്കറിയാവൂ. പിന്നെയും ദുഷ്കർമ്മങ്ങൾ ഓരോന്നേ ചെയ്തത് എല്ലാം വിതുരൻ കുന്തിതാനും മറ്റുള്ള ബന്ധുക്കളും മതിമാനായിടുന്നവർ അക്രൂരം കേൾപ്പിക്കുകയും അപ്പോൾ ഭീമനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ കണ്ണു കാണാത്ത ധൃതരാഷ്ട്രൻ ദുര്യോധനാദികൾ ദുഷ്ടരായ അവർ. എന്നിട്ട് പിന്നെയും പല പല ദുഷ്കർമ്മങ്ങളൊക്കെ ഓരോന്നോരോന്ന് ചെയ്തതെല്ലാം വിതുരനും കുന്തിയും കൂടെ എന്ത് ചെയ്യുന്നു? മറ്റുള്ള ബന്ധുക്കളും കൂടെ മതിമാനായിടുന്നവർ അക്രൂരനെ കേൾപ്പിച്ചു. മതിമാനാന്ന് വെച്ചാൽ നല്ല മാന്യനാണ്, നല്ല മനസ്സുള്ളവനാണ്. മതിമാനസ നല്ല മനസ്സോടു കൂടിയവനായ അക്രൂരനെ ഇതെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. ഭീമനെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നു, അവരെ ദുഷ്ടത ചെയ്യുന്നു. മറ്റ് ദുഷ്ടന്മാരായ ഈ ദുര്യോധനാദികൾ ധൃതരാഷ്ട്രം കണ്ണാമത്തെ അന്ധനായിട്ട് അവരെല്ലാം ഇവരെ ദ്രോഹിക്കുന്നു. ഇതെല്ലാം ആര് പറഞ്ഞു കൊടുക്കുന്നത്? കുന്തിയും വിതുരനും കൂടെ ഈ ചെറ്റ ദിവസം ഇവിടെ നിൽക്കുവാണല്ലോ. അക്രൂരൻ ഇതെല്ലാം കേൾക്കാൻ അവിടെ തങ്ങുവാണ് കുറച്ച് ദിവസത്തേക്ക്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം വിതുരനും കുന്തിയും കൂടെ ഈ നല്ല മനസ്സോടുകൂടി അക്രൂരനെ ഇതെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. മതിയിൽ ഓർത്ത് കണ്ടു അറിഞ്ഞു വൃത്താന്തങ്ങൾ. കുറേയൊക്കെ ഇത് മനസ്സിലാക്കി കുറച്ച് കണ്ടു അറിഞ്ഞു. ഇവർ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളെല്ലാം, ഈ ധൃതരാഷ്ട്രം പാർട്ടിയും ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളെല്ലാം അദ്ദേഹം ഈ എന്താ പറഞ്ഞ അക്രൂരൻ, ഭഗവാൻ പറഞ്ഞു വിട്ട അക്രൂരൻ ഇതെല്ലാം കണ്ടു അറിഞ്ഞ് അവർ പറയുന്ന കേട്ട് മതിയിൽ മനസ്സിലതെല്ലാം ഓർത്ത്, അവർ പറഞ്ഞതെല്ലാം മനസ്സിൽ ഓർത്തും കണ്ടും അറിഞ്ഞ് വൃത്താന്തങ്ങൾ. അപ്പം എല്ലാ കാര്യവും കുന്തിയുടെ മക്കളോട് കാണിക്കുന്ന, ഭീമനോട് കാണിക്കുന്ന ദുഷ്ടതരങ്ങൾ, കൊല്ലാൻ ശ്രമിക്കുന്നതും ഇവരോട് ചെയ്യുന്ന ദുഷ്ടതരങ്ങളെല്ലാം ഈ അക്രൂരൻ കണ്ടും കുറച്ച് ദിവസം നിൽക്കുമ്പം മനസ്സിലാക്കാമല്ലോ. കണ്ടും മനസ്സിലാക്കി, വിതുരനും കുന്തിയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി.
വൃത്താന്തങ്ങളെല്ലാം മതിയിൽ ഓർത്ത് മനസ്സിലിതെല്ലാം ഓർത്ത് കണ്ടു അറിഞ്ഞിട്ട് വൃത്താന്തങ്ങൾ മതിയിൽ ഉറപ്പിച്ചു. ഇതെല്ലാം എന്ത് ചെയ്തു? മനസ്സിലങ്ങ് ഉറപ്പിച്ചു. മതി വെച്ചാൽ മനസ്സെന്ന അർത്ഥം. അത് അങ്ങനെ ഞാൻ മനസ്സിലാകാൻ എനിക്കറിയില്ല. മതി മനസ്സെന്നറിയാം. അതുകൊണ്ട് ഇതെല്ലാം അക്രൂരൻ മനസ്സിലങ്ങ് ഉറപ്പിച്ച്. എന്നിട്ട് എന്ത്? സോദരിയോടായി പിന്നെ മതിമാൻ വിതുരരോടായും അങ്ങ് ആദരവിൽ യാത്രയും ചൊല്ലി തത്ര പോന്നിതങ് അക്രൂരനും. അപ്പം ഈ മതിമാനായ നല്ല മനസ്സോടുകൂടെ ഈ അക്രൂരൻ ഇതെല്ലാം കണ്ടും അവർ പറഞ്ഞും കേട്ട് മനസ്സിലെല്ലാം ഉറപ്പിച്ചിട്ട് വൃത്താന്തങ്ങളെല്ലാം ഉറപ്പിച്ചിട്ട് സോദരിയായ കുന്തിയോട് യാത്ര പറഞ്ഞ്. ആരോടാണ്? വിതുരരോടും പറഞ്ഞു. വിതുരനാണ് ഇതെല്ലാം കേൾപ്പിച്ചത്. വിതുരനും കുന്തിയും കൂടെ പറഞ്ഞു കൊടുത്തു. അതെല്ലാം കേട്ട് മതിമാൻ നല്ല മനസ്സോടുകൂടിയ ഈ അക്രൂരൻ ഇതെല്ലാം കേട്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. അക്രൂരൻ സഹോദരിയോടും പിന്നെ ഈ വിതുരരോടും യാത്ര പറഞ്ഞു. എത്രയും ഏറ്റവും ഉള്ളിൽ വൃത്താന്തം ഓർത്തോർത്തവൻ. അപ്പം ഇതെല്ലാം ഓർക്കുക. ഇത്രയും അവിടുന്ന് ഇറങ്ങിയപ്പം ഇദ്ദേഹത്തിന് ഓർമ്മ എന്താ? സഹിക്കാൻ പറ്റുമോ? സാധാരണ നല്ല മനസ്സുള്ള ഒരാൾക്ക് ഇത് സഹിക്കത്തില്ല. അപ്പം ഇതെല്ലാം ഓർത്ത് വൃത്താന്തമല്ല ഈ അക്രൂരൻ ഓർത്തോർത്ത് എന്ത് ചെയ്തു? പോന്നുടൻ അന്ധനിർബന്ധന്റെ സമീപത്തിൽ ഇദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് മധുരയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ട് അന്ധൻ്റെ ആ രാജാവിൻ്റെ അടുക്കലേക്ക് തന്നെ പോയി. ദുര്യോധനൻ്റെ പിതാവാണല്ലോ ധൃതരാഷ്ട്ര അടുക്കലേക്ക് തന്നെ അക്രൂരൻ വിട്ടുപിടിച്ചു. എന്നിട്ട് പോന്നുടൻ അന്ധ നൃപന്ധനുടെ സമീപത്തിൽ ചെന്ന് ബന്ധുത്വ ഭാവമോട് യുദ്ധം ചൊല്ലിയിടിനാൻ. ചെന്നിട്ട് എന്താ പറയുന്നത്? ബന്ധുത്വ ഭാവമോട്. കാരണം ബന്ധുക്കളാണല്ലോ. ഇവിടെ സഹോദരി കുന്തിയാണ് സ്വന്തം സഹോദരി. എന്നാലും പാണ്ഡുവിന് അനുജനാണ് ധൃതരാഷ്ട്രം. അപ്പോൾ അവിടെ ബന്ധുത്വം വരുന്നുണ്ട്. അതുകൊണ്ട് ബന്ധുത്വത്തോട് തന്നെ സംസാരിക്കത്തുള്ളൂ. കാരണം ദേഷിച്ച് ഉള്ളത്തിൽ ഇതെല്ലാം നിറഞ്ഞിരിപ്പുണ്ടെന്ന് രാജാവിൻ്റെ അടുത്ത് നിന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ബന്ധുത്വ ഭാവമോട് പറയുന്നു. എന്താ പറഞ്ഞത്? വൈചിത്ര വീര്യ. അത് ധൃതരാഷ്ട്രരെ, അത് നന്നായ വിളിക്കുന്ന ഈ ചിഹ്നം കണ്ടോ കിടക്കുന്നേ? ഈ ചിഹ്നം വെറും വൈചിത്ര വീര്യ എന്നല്ല, വൈചിത്ര വീര്യ കുരുഭൂപതേ മഹാമതേ. നന്നായ വിളിക്കുന്ന ഇതിൻ്റെ ചിഹ്നം കേൾക്കുമ്പോൾ നമുക്കറിയാം. നല്ല മഹിമയോടുകൂടിയ മഹാമതി എന്നൊക്കെ വിളിക്കുന്ന ധൃതരാഷ്ട്ര അന്ധനാണെന്നോ അഹങ്കാരിയാണെന്നോ ദുഷ്ടനാണെന്നോ ഒന്നും അത് വരുന്നില്ല. വൈചിത്ര വീര്യ, അതായത് അത്രമാത്രം നല്ല പ്രൗഢിയുള്ള ഒരു ധൃതരാഷ്ട്രരെ. പിന്നെയോ ഭൂപതേ, കുരുവംശത്തിൽ രാജാവേ, മഹാമതേ മഹാത്മാവേ എന്നൊക്കെയാ പറയുന്നത്. ബന്ധുത്വമുണ്ട് ഇങ്ങനെ നന്നായി തന്നെ സംബോധന ചെയ്യുന്നത്. എന്നിട്ട് വൈചിത്ര കീർത്തേ, അത്രമാത്രം കീർത്തിയുള്ളവനെ, ഗുണവാരുതേ, ഗുണങ്ങളുടെ സമുദ്രം പോലെ ഗുണം ചെയ്യുന്നവനെ. വല്ലതും ചെയ്യുന്നു, ദുഷ്ടനല്ലേ, പക്ഷേ സംബോധന നന്നായി ചെയ്യുന്നുണ്ട് അക്രൂരൻ. ഗുണവാരുതേ, കേട്ടിടണം, അങ്ങ് ഇത് കേൾക്കണം, നന്നായി പറഞ്ഞു കൊടുക്കുക. എന്താ പറയാ? പൂജ്യനായിടും പാണ്ഡു മരിച്ച ശേഷം നീയും. അതായത് എന്നിട്ട് ഇനി പറയുന്ന നന്നായി സംബോധന നന്നായി ചെയ്ത് ഇനി നന്നായി കാര്യം പറയുക. പൂജ്യനായിടും പാണ്ഡു പൂജ്യനാണ്, എല്ലാവരും പൂജിക്കപ്പെടുന്ന നല്ല മനുഷ്യനാണ്. അതുകൊണ്ടാണ് പൂജ്യനായിടുന്നത്. ഇപ്പം നമ്മൾക്ക് നന്മ ഉണ്ടെങ്കിൽ എല്ലാവരും ഭഗവാനെ എല്ലാവരും വന്ദിക്കപ്പെടുന്നത് എന്താ? വന്ധ്യനാണ്, എല്ലാവരും വന്ദിക്കപ്പെടുക. അതുപോലെ ഇദ്ദേഹം പൂജ്യനാണ് പാണ്ഡു. അതുകൊണ്ട് ഈ പാണ്ഡു മരിച്ച ശേഷം നീയും, അത് ധൃതരാഷ്ട്രനും രാജ്യവും വേണ്ടുവണ്ണം പാലിച്ചു പോരുന്നില്ലേ? ചോദ്യമാണ്. പാണ്ഡു മരിച്ച ശേഷം ഈ ധൃതരാഷ്ട്രായ നീ രാജ്യം വേണ്ടുന്ന നല്ലവണ്ണം നീ പാലിക്കുന്നില്ലേ? പ്രജകളെ നീ രക്ഷിക്കുന്നില്ലേ? ഭൂപതി, ഭൂമി തന്നെ ധർമ്മേണ രക്ഷിക്കണം. ഭൂപതി അതായത് രാജാവ് ഈ ഭൂമി പ്രജകളെ ധർമ്മം കൊണ്ട് രക്ഷിക്കണം. അതായത് ഇവിടെ കുന്തിയും മകളും പട്ടിണി കിടക്കുന്നു. ഭീമനാണെങ്കിൽ നന്നായി ആഹാരം വേണം. അതുകൊണ്ട് അവനെ കൊല്ലാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. എനിക്ക് ഇത് വായിച്ച് നോക്കിയേ അറിയത്തുള്ളൂ. പണ്ട് വായിച്ചൊന്നും മനസ്സിൽ അങ്ങനെ വരത്തില്ല. ഇതല്ലാണ്ട് എൻ്റെ മനസ്സിൽ വയ്ക്കാൻ പറ്റുമോ? ആദ്യത്തെ അവസാനം വരെ എനിക്ക് വേണ്ടതാ ഞാൻ മനസ്സിൽ വെക്കുക. എനിക്ക് ആധ്യാത്മികമായ എന്താ പറയുക, ഇങ്ങനെ ഉപദേശങ്ങൾ അതൊക്കെ എൻ്റെ മനസ്സിൽ നിൽക്കും. മറ്റേ കഥകളൊന്നും മനസ്സിൽ നിൽക്കത്തില്ല. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് തരാൻ വേണ്ടിയല്ലേ ഇത് എടുക്കുന്നത്, അല്ലാതെ എനിക്കിതിൻ്റെ ആവശ്യമില്ല. എനിക്ക് വേണ്ടാത്തതൊന്നും ഞാൻ കഥകളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ധ്യാനവും ഈശ്വരനുള്ള സ്നേഹവും നല്ല നല്ല ഉപദേശം അതെനിക്ക് ഇഷ്ടമാണ്. ഉപദേശങ്ങളൊക്കെ എനിക്കങ്ങ് ഇഴിഞ്ഞിറങ്ങും. അല്ലാതെ ഇതൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെ വായിക്കുന്നതും മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ഭാഗവത പാരായണത്തിന് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഭൂപതി അതായത് രാജാവ് ഭൂമി തന്നെ, അതായത് ഭൂമി എന്താ? പ്രജകൾ ധർമ്മം കൊണ്ട് രക്ഷിക്കണം. എല്ലാവർക്കും ഒരുപോലെ നന്മ പകരണം, ധർമ്മം ചെയ്യണം. ധർമ്മത്തിന് നമ്മൾ പ്രജകളെ രക്ഷിക്കണം. പാപകർമ്മങ്ങൾ ചെയ്തിടാതെ വാഴുകയും വേണം. ഒരു ദോഷകർമ്മങ്ങൾ ചെയ്യാതെ
ഭൂമി പാലിക്കണം, വാഴണം. ഒരു രാജാവിൻ്റെ കടമയാണ്. ധർമ്മത്തെ നിലനിർത്തണം. ആർക്കും ദുഃഖിക്കാൻ പാടില്ല. കുറച്ച് പേർ ദുഃഖിക്കുക, കുറച്ച് പേർ നല്ലതായി ജീവിക്കുക. അത് തെറ്റല്ലേ? എല്ലാം ഈശ്വരൻ്റെ മക്കളാണ്. എല്ലാവർക്കും അവകാശം, തുല്യ അവകാശമാണ് ഇവിടെ ഈ ലോകത്തുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് പേർ ദുഃഖിക്കാൻ പാടുണ്ട്. ദുര്യോധനനും മക്കൾ മാത്രം സുഖിച്ചിട്ട് പാണ്ഡുവും മക്കളും മറ്റുള്ളവർക്ക് വേദന തിന്ന് പട്ടിണി കിടക്കേണ്ടതാണോ കാര്യം? അങ്ങനെയാണോ ഒരു രാജ്യം പാലിക്കേണ്ടത്? അതുകൊണ്ട് ഭൂപതി എന്ത് ചെയ്യണം? നന്നായി ധർമ്മം രക്ഷിക്കണം. പാപകർമ്മങ്ങൾ ചെയ്തിടാൻ തന്നെ കഴിയണം. ഒരു പാപവും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ രണ്ടായിട്ട് പക്ഷഭേദം പിടിച്ച് നിൽക്കുന്നതെല്ലാം പാപകർമ്മങ്ങളല്ലേ? രാജാവിനുടെ ഗുണം കൊണ്ട് പ്രജകൾക്ക് യോഗ്യത ഉണ്ടാകണം, നല്ലത് ചൊല്ലിയിടണം. അപ്പോൾ രാജാവിൻ്റെ ഗുണം കൊണ്ട് വേണം പ്രജകൾക്ക് യോഗ്യത ഉണ്ടാകാൻ. രാജാവ് നല്ല പ്രവൃത്തിയും നന്മ കൊണ്ടാണ് കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും പ്രവൃത്തി കൂടെ വന്നാൽ പ്രജകളും അത് കണ്ടുപഠിക്കും. അപ്പോൾ യോഗ്യത ഉണ്ടാകണമെങ്കിൽ ആദ്യം ആര് നന്നാവണം? രാജാവ്. അപ്പോൾ രാജാവിനുടെ ഗുണം കൊണ്ട് പ്രജകൾക്ക് യോഗ്യതയുണ്ടാകണം, നല്ലത് ചൊല്ലിയിടണം. അപ്പോൾ നല്ല കാര്യങ്ങൾ വേണം പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ടാണ് നമ്മളും ഒരു വീട്ടിൽ രക്ഷകർത്താക്കൾ അമ്മയും അച്ഛനും നല്ലത് പ്രവർത്തിക്കുകയും പറഞ്ഞു തരികയും അത് ചൊല്ലി കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും നല്ല കുട്ടികൾ നന്നായി പഠിക്കും. ഇന്നെന്താ ചില വീടുകളിലൊക്കെ രക്ഷകർത്താക്കൾ വേണ്ടാത്തത് പറഞ്ഞ് പഠിപ്പിക്കാൻ കുട്ടികളെ വായിന്നും തിന്മകളാണ് വരുന്നത്. കാരണം ആരാണ് കുട്ടികളെ തലച്ചെള്ളാക്കുന്നത്? അച്ഛനും അമ്മയും. അച്ഛനമ്മയും നല്ല പ്രവൃത്തിയാണ് ചെയ്തു കൊടുത്താൽ പിന്നെ സ്കൂളിൽ ചെല്ലുമ്പം സഹകരണം കൊണ്ടും വരും, അങ്ങനെയും വരും. സഹകരണം നല്ലതാണെങ്കിൽ നല്ല കുട്ടികളായിരിക്കും. അതുകൊണ്ട് യോഗ്യത എങ്ങനെ ഉണ്ടാകണം? നല്ലത് വേണം കൊടുക്കാൻ രാജാവ്. നന്മ പ്രവർത്തിക്കണം. മനസ്സാ വാച കർമ്മണ നന്മ ചെയ്ത് കാണിച്ചെങ്കിലേ പ്രജകളും അത് കണ്ടു പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് യോഗ്യത ഉണ്ടാകണം, നല്ലത് ചൊല്ലിയിടണം. കർമ്മണ വാച മനസ്സ നിർവഗുണങ്ങളാൽ മമത്വം ഉണ്ടാക്കണം. അപ്പം കർമ്മം കൊണ്ടും അത് പ്രവൃത്തി കൊണ്ട് അയാൾ ഭീമനും മറ്റുള്ളവരും പട്ടിണി കിട്ട കർമ്മം നല്ലതാണോ? അപ്പം കർമ്മം കൊണ്ട് തെറ്റ് ചെയ്തു. വാച അവനെ കൊല്ലണം കൊണ്ട് ചിന്തിക്കുന്ന മനസ്സുകൊണ്ടും ചിന്തിക്കുന്നു, വാക്ക് പറയുന്നു. ഭീമനെ ഇപ്പോൾ ഒറ്റൊരു വാക്ക് അതിൽ തന്നെ ഉണ്ട്. ഇതല്ല, ഭീമനെ കൊല്ലണമെന്ന് പറയുന്നു, വാക്ക് തെറ്റിയേ, പാപമായേ. മനസ്സുകൊണ്ട് ചിന്തിച്ച് ആ ചിന്ത പാപമാണേ, അതും തെറ്റിപ്പോയേ. പിന്നെ കർമ്മണ അത് ചെയ്ത് കാണിക്കുന്നു, കൊല്ലുന്നു. അപ്പോൾ അവിടെ കർമ്മവും വാക്കും മനസ്സും തിന്മയായി, പാപമായി. ഇതുപോലെ ഓരോ കാര്യങ്ങളും എന്തെല്ലാം ഉണ്ടോ അതല്ല. അതുകൊണ്ട് കർമ്മണ വാച മനസ്സ നിർവഗുണങ്ങളാൽ മമത്വം ഉണ്ടാക്കണം, മത്സരവിഹീനനായി. അപ്പം നൃപൻ്റെ ഒരു ഗുണം എന്താണ്? കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും മമത്വം ഉണ്ടാക്കണം. എല്ലാവരെയും തുല്യമായി കാണണം. ഒരു രാജാവിൻ്റെ കടമയാണ്. അർജുനനും അത് പാണ്ഡവന്മാരുടെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളായാലും ഇവിടെ കുന്തി ആയാലും അന്യമക്കളായാലും പ്രജകളെന്ന് വെച്ചാൽ അവിടെ ഒന്ന് രണ്ട് വീടുകളില്ല, ആ രാജ്യം മൊത്തത്തിലുള്ള സർവ്വവരെയും എല്ലാം അയാളുടെ സന്തതികളായിട്ട് പ്രജകളായിട്ട് കാണണം. അല്ല സ്വന്തം മക്കൾ 101 പേര് മക്കൾ അവർ മാത്രമല്ല അയാളുടെ മക്കൾ. രാജാവിൻ്റെ മക്കൾ വെച്ചാൽ എല്ലാവരും അങ്ങാരുടെ മക്കളാണ്. ഭൂമിയിലെ പ്രജകളെല്ലാം എല്ലാവരും ഒന്നുപോലെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് മമത്വം ഉണ്ടാക്കണം, മത്സരവിഹീനനായി, ഒരു മത്സരവും കൂടാതെ. പാണ്ഡുവോ അവൻ്റെ മക്കളെ ഞാൻ നോക്കത്തില്ല, അത് മത്സരമല്ലേ? എനിക്ക് എൻ്റെ മക്കൾ മതി, മറ്റോ എങ്ങനെ നശിച്ചോട്ടെ, ഭീമനെയൊക്കെ കൊല്ലാം, അത് മത്സരമല്ലേ? അപ്പം മത്സരവിഹീനനായി, മത്സരം കൂടാതെ എല്ലാം മമത്വമായി എൻ്റേത് തന്നെയാണ് അവരെല്ലാവരും, സർവ്വപ്രജകളും എൻ്റേത് തന്നെയാണെന്ന് രാജാവ് കാണണം. അതുകൊണ്ട് മമത്വം എല്ലാവരിലും ഉണ്ടാകണം, മത്സരം കൂടാതെ. പക്ഷപാതത്തെ തുടങ്ങിടുന്ന നൃപന്മാരെ തൽക്ഷണം ത്യജിച്ചിടും പ്രജകൾ അറിയണം. പക്ഷപാതത്തെ തുടങ്ങിടുന്ന നൃപന്മാരെ, രാജാക്കന്മാർക്ക് പക്ഷപാതം ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ നന്നാവണം, നിൻ്റെ കുട്ടി വേറെ, ഞാനും നീയും, എൻ്റെത് നിൻ്റേത് എന്ന് കാണുന്ന ഒരു രാജാവിനെ തൽക്ഷണം അപ്പോഴന്നെ ത്യജിച്ചിടും പ്രജകൾ അറിയണം. നീ അറിയണം ധൃതരാഷ്ട്രരെ, ആദ്യമേ സംബോധന ചെയ്ത് നല്ലതായിട്ടാണ്, പക്ഷേ ഗുണങ്ങളൊക്കെ കൊണ്ട് അക്രൂരന് കൊടുക്കുക. ഇത് നിനക്ക് എല്ലാവരെയും നിന്നെ ത്യജിക്കും. നീ ആ ഗുണങ്ങളൊന്നും ചെയ്യാതെ നീ തെറ്റുകൾ പാപകർമ്മങ്ങൾ ചെയ്താൽ നിന്നെ എന്ത് ചെയ്യും? തൽക്ഷണം പെട്ടെന്ന് ഈ പ്രജകളെല്ലാം നിന്നെ ത്യജിക്കും. അത് നീ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളൂ ജനത്തിനുടെ സ്വഭാവം കേൾ, മംഗലം വരുവാനായി പാണ്ഡു നന്ദനരെയും നിന്നുടെ സുതന്മാരെ തന്നെ ഒരുപോലെ നന്ദിച്ചു വളർത്തു, കാരുണ്യേന വാഴുക രാജ്യം. അവിടെ നീ മംഗളം വരണമെങ്കിൽ എന്ത് വേണം? പാണ്ഡു കൊച്ചുങ്ങളെ, ഈ 5 കുഞ്ഞുങ്ങളെയും നിന്നുടെ സുതന്മാരെ തന്നെ ഒരുപോലെ, നിന്റെ കുട്ടികളെയും പാണ്ഡുവിൻ്റെ 5 കുഞ്ഞുങ്ങളെയും നീ ഒരുപോലെ നന്ദിച്ച് വളർത്തണം. സന്തോഷത്തോടെ ഇരു കൂട്ടരിലും നന്മകളോട് തന്നെ നിന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം അതുപോലെ തന്നെ നീ പാണ്ഡു കുഞ്ഞുങ്ങളെയും വളർത്തണം. കാരുണ്യന്
നല്ല കരുണയോടുകൂടി തന്നെ ഈ വാഴുക രാജ്യം. ഈ രാജ്യത്തുള്ള പ്രജകളെല്ലാം നീ കാരുണ്യത്തോടെ തന്നെ നീ നോക്കിയാങ്കിൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിന്നെ തൽക്ഷണം തന്നെ നിന്നെ ത്യജിക്കും പ്രജകൾ നിന്നെ വച്ച് പൂജിക്കത്തില്ല. ഇവിടെ നിന്റെ തെറ്റുകൾ, നിന്റെ തിന്മകളും നിന്റെ പാപകർമ്മങ്ങളെല്ലാം നിന്നെ പെട്ടെന്ന് തന്നെ വലിച്ചു ദൂരെ എറിയും പ്രജകൾ. അവർ കണ്ടുകൊണ്ട് ഇത് സഹിക്കത്തില്ല, ത്യജിക്കും നിന്നെ എന്ന് അക്രൂരൻ പറഞ്ഞു. നമുക്ക് ബാക്കി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.